ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? എന്ത് വിഷമമുണ്ടെങ്കിലും എല്ലാം ശരിയാകും, ടെൻഷനാകണ്ട. നമുക്ക് നേരെ കഥയിലേക്ക് കിടക്കാം. ഒന്ന് ലൈക്ക് അടിച്ച് കാണുക, മടി കാണിക്കരുത്. കഥയുടെ തുടക്കത്തിൽ തന്നെ. ഡേവിഡ്, നിന്റെ പുതിയ കാമുകി കൊള്ളാം കേട്ടോ. എന്തൊരു സ്ട്രക്ചർ! ചുരുണ്ട മുടിയുള്ള 6 അടി പൊക്കമുള്ള യുവാവിനെ റോസ് ഇടം കണ്ണിട്ട് നോക്കി. അവൻ്റെ കണ്ണുകളുമായി കണ്ണുകൾ ഇടഞ്ഞ നേരം തന്നെ അവൾ കണ്ണുകൾ പിൻവലിച്ചു. തണുത്ത ബിയർ അല്പാൽപമായി നുകർന്നുകൊണ്ടേയിരുന്നു. ഡേവിഡ് തലയുയർത്തി രാജീവിനെ നോക്കി. അയാളുടെ കണ്ണുകളിൽ കത്തിയാളുന്ന കാമം കണ്ട് അവൻ്റെ ഉള്ളിൽ ചിരിയൂറി. റോസിൻ്റെ മാതകത്വം രാജീവിനെ മതോന്മത്തനാക്കിയെന്ന് ഡേവിഡിന് മനസ്സിലായി. അയാൾ കണ്ണുകൾ കൊണ്ട് റോസിനോടെന്തോ ആംഗ്യം കാട്ടി. റോസ് എഴുന്നേറ്റ് കൗണ്ടറിലേക്ക് നടന്നു. അവളുടെ മനോഹരമായ പിൻകാഴ്ചയിൽ അറിയാതെ രാജീവിൻ്റെ മനസ്സുടക്കി. അയാൾ ചുണ്ടുകൾ നൊട്ടി നുണഞ്ഞുകൊണ്ട് ഡേവിഡിനെ നോക്കി. നടക്കുമോ ഡേവിഡ്? നടക്കും, പക്ഷെ അവൾക്ക് കുറച്ച് കാശ് കൂടുതൽ കൊടുക്കേണ്ടി വരും. കൊടുക്കാം. കൊച്ചിയിലെ അറിയപ്പെടുന്ന ബിസിനസ് രാജാക്കന്മാരാണ് രാജീവും ഡേവിഡും. രണ്ടുപേർക്കും ഒരേ ഒരു ദൗർബല്യമേ ഉള്ളൂ, പെണ്ണിൻ്റെ മാതകത്വം മാത്രം. രാജീവിന് പണം മുടക്കി സുന്ദരികളെ സ്വന്തമാക്കാനാണ് ഇഷ്ടം. ഡേവിഡ് പക്ഷേ കുറച്ചുകൂടി അപകടകാരിയാണ്. പ്രണയം നടിച്ച് പെൺകുട്ടികളെ വളച്ച് വീഡിയോ എടുത്ത് വയ്ക്കും. പിന്നീട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കൂട്ടുകാർക്ക് കാഴ്ചവെക്കും. റോസിനുള്ള ബിയറിൽ അവർ കുറച്ച് ലഹരി കലർത്തിയിരുന്നു. രാജീവിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിലായിരുന്നു അവരപ്പോൾ. നമുക്ക് അവളെയും കൊണ്ട് നമ്മുടെ ഫ്ലാറ്റിലേക്ക് പോയാലോ? ഡേവിഡിനും രാജീവിനും കൊച്ചി നഗരത്തിൽ നിന്നും മാറിയൊരു ഫ്ലാറ്റുണ്ട്. അവരുടെ എല്ലാ രഹസ്യ ഇടപാടുകളും നടക്കുന്നത് അവിടെയാണ്. അവിടെ ഒരു പാചകക്കാരനും അയാളുടെ ഭാര്യയുമാണ് താമസം. 4 മുറികളുള്ള വലിയ ഫ്ലാറ്റിൻ്റെ ഏറ്റവും ചെറിയ റൂമിൽ അവർ ഒതുങ്ങിക്കൂടും. റോസ്, നമുക്കൊന്ന് വീട്ടിൽ പോയി ഫ്രഷായി വന്നാലോ? അവളുടെ അരക്കെട്ടിലൂടെ കൈകൾ ചുറ്റിക്കൊണ്ട് ഡേവിഡ് മെല്ലെ ചോദിച്ചു. അവളുടെ ഉള്ളിൽ കുളിരു കോരി. അയാളുടെ നിശ്വാസം അവളെ മതോന്മത്തയാക്കി. ചുവപ്പ് നിറമുള്ള വെൽവെറ്റ് ഗൗണിൽ അവളൊരു ദേവതയെപ്പോലെ തിളങ്ങി. നമുക്ക് രാജീവിൻ്റെ വണ്ടിയിൽ പോവാം. എന്തിനാ 2 വണ്ടി എടുക്കുന്നത്? സമ്മതമെന്ന മട്ടിൽ റോസ് തലയാട്ടി. അവരുടെ കാറ് ഗേറ്റ് കടന്ന ഉടനെ തന്നെ മറ്റൊരു കാർ സ്റ്റാർട്ടായി അവരുടെ പിന്നാലെ നീങ്ങി. കുറച്ച് അകലമിട്ട് ആ കാർ അവരെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. രാജീവ് മെല്ലെ ഗ്ലാസ്സിലൂടെ റോസിനെ നോക്കി. ചുവന്ന ചുണ്ടുകളും സ്വപ്നം മയക്കുന്ന കണ്ണുകളും പാറിപ്പറക്കുന്ന ചെമ്പൻമുടിയും ഉരുണ്ട മാറിടങ്ങളും. അയാളുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി. നഗരം പിന്നിട്ട് കാർ അല്പം വേഗത കൂടിയപ്പോഴാണ് മിന്നൽ പോലെ ഒരു കറുത്ത കാർ അവരെ മറികടന്നു പോയത്. അതിൽ നിന്നും ഒരു വെളുത്ത വസ്തു വന്ന് കാറിലിടിച്ച് പൊട്ടിയൊഴുകി. ഒരു ആന്തലോടെ രാജീവ് ഓരം ചേർന്ന് വണ്ടി നിർത്തി. ആ കറുത്ത കാറും അല്പം മുന്നിലായി വണ്ടി നിർത്തി. വായിൽ തോന്നിയ തെറി മുഴുവനും വിളിച്ചുകൊണ്ടാണ് രാജീവനും ഡേവിഡും വണ്ടിയിൽ നിന്നിറങ്ങിയത്. കറുത്ത കാറിൽ നിന്നും പുറത്തിറങ്ങി വന്നത് സുമുഖനായ ഒരു യുവാവായിരുന്നു. മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ അവരുടെ അടുത്തെത്തി. എന്തോ പറയാനായി മുന്നോട്ട് ചെന്ന ഡേവിഡിൻ്റെ വലത്തെ ചെവിയുടെ മുകളിലായി അയാൾ ഒരു ചുറ്റിക കൊണ്ട് ആഞ്ഞടിച്ചു. പിന്നെ ഒന്ന് വട്ടം തിരിഞ്ഞ് രവിയുടെ നെഞ്ചിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് 2 പേരും താഴെ വീണു. കരയാൻ പോലും മറന്ന് ഭയന്നിരിക്കുന്ന റോസിൻ്റെ അടുത്തേക്ക് ചെന്ന് അയാൾ മനോഹരമായി പുഞ്ചിരിച്ചു. റോസിൻ്റെ തൊണ്ട വരണ്ടു പോയിരുന്നു. അയാൾ മെല്ലെ അവളുടെ കവിളിൽ തലോടി. യു ലുക്ക് ലൈക്ക് ആൻ ഏഞ്ചൽ, വെരി ബ്യൂട്ടിഫുൾ. വളരെ മാധുര്യമേറിയതായിരുന്നു അയാളുടെ സ്വരം. കാരുണ്യം നിറഞ്ഞ കണ്ണുകളോടെ അയാൾ അവളെ നോക്കി. പകച്ചു നിന്ന റോസിൻ്റെ മുഖത്തേക്ക് അയാൾ ഒരു സ്പ്രേ എടുത്തടിച്ചു. അവളുടെ കണ്ണുകൾ സാവധാനം അടഞ്ഞു വന്നു. 2 ദിവസം കഴിഞ്ഞ് നഗരമുണർന്നത് ഞെട്ടിക്കുന്ന ഒരു മരണവാർത്തയോട് കൂടിയായിരുന്നു. കേട്ടവർ സംഭവസ്ഥലത്തേക്ക് ഓടി. വലിയ ഓവുചാലിൽ പുതപ്പിൽ പൊതിഞ്ഞൊരു ശരീരം, വെളിയിലേക്ക് നീണ്ടു കിടക്കുന്ന വെളുത്ത കൈകൾ. അതൊരു പെണ്ണിൻ്റെ ബോഡിയാണെന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അല്പം കൂടെ കഴിഞ്ഞാണ് പോലീസ് എത്തിയത്. തെളിവെടുപ്പിന് ശേഷം ബോഡി അവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ലാത്ത ആളാണ് ഡോക്ടർ സക്കരിയ. പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടക്കുന്ന ബോഡിയിലേക്ക് അയാൾ ഒന്നേ നോക്കിയുള്ളൂ. അറുത്തു മാറ്റപ്പെട്ട മാറിടങ്ങളും രഹസ്യഭാഗങ്ങളും. അയാളെ നോക്കി പല്ലിളിച്ചു. ദേഹം മുഴുവനും കടിച്ചു പറിച്ച പോലെയുള്ള പാടുകൾ. തല ചുറ്റുന്നത് പോലെ തോന്നിയ അയാൾ മെല്ലെ ചുമരിലേക്ക് ചാരി നിന്നു. പിന്നെ ഡോക്ടർ നൈനാൻ വന്നതിന് ശേഷമാണ് അയാളൊന്ന് റിലാക്സ് ആയത്. എറണാകുളത്തെ തന്നെ ഏറ്റവും പ്രശസ്തനായ ഡോക്ടറാണ് നൈനാൻ. ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു പോസ്റ്റ്മോർട്ടമായിരുന്നു അത്. പലപ്പോഴും ശരിയായ നിഗമനങ്ങൾ നടത്താൻ അവർക്ക് വളരെയധികം ടൈം എടുക്കേണ്ടി വന്നു. ബ്യൂട്ടി പാർലർ അടച്ച് തൻ്റെ സ്കൂട്ടിയിൽ പാഞ്ഞു വരുമ്പോഴാണ് നാൻസിയുടെ ഫോൺ ബെല്ലടിച്ചത്. ഓരം ചേർന്ന് സ്കൂട്ടർ നിർത്തി അവൾ ഫോൺ പരിശോധിച്ചു. അതൊരു റോങ് നമ്പറായിരുന്നു. അവൾ ഫോൺ കട്ട് ചെയ്ത് വണ്ടി എടുക്കാൻ നേരം ഒരു കറുത്ത കാർ വന്ന് സ്കൂട്ടറിൻ്റെ പിന്നിലിടിച്ചു. ബാലൻസ് തെറ്റി വീഴാൻ പോയ നാൻസി എങ്ങനെയൊക്കെയോ വീഴാതെ പിടിച്ചു നിന്നു. പെട്ടെന്നുണ്ടായൊരു ഷോക്കിൽ അവൾ മെല്ലെ തരിച്ചിരുന്നു. അയ്യോ സോറി കേട്ടോ. കാറിൻ്റെ ഡോർ തുറന്നു വന്ന സുമുഖനായ യുവാവ് അവളുടെ നേരെ കൈകൾ കൂപ്പി. നാൻസി അയാളെ നോക്കി. നല്ല ഭംഗിയുള്ള മുഖവും മധുരമുള്ള സംഭാഷണവും. അവൾ ഇറങ്ങി വണ്ടി പരിശോധിച്ചു. പിന്നിലെ ലൈറ്റ് പോയിട്ടുണ്ട്. ബോഡി കുറച്ച് ചളങ്ങിയിട്ടുണ്ട്. മാഡം,
അയാൾ വിളിച്ചു. ക്ഷമിക്കണം, പെട്ടെന്ന് ബ്രേക്ക് കിട്ടിയില്ല. എന്തോ പറയാനാ ഞാൻ അവളുടെ മുഖത്ത് അയാൾ ഒരു സ്പ്രേ അടിച്ചു. പിന്നെ മയങ്ങി വീഴാൻ പോയ അവളെ വാരിയെടുത്ത് വണ്ടിയിലേക്ക് ഇട്ടു. റിവേഴ്സ് എടുത്ത് വണ്ടി മെല്ലെ പോയി. അയാളുടെ വണ്ടിയിൽ ഏതോ ഉറുദു ഗസലിൻ്റെ ഈരടികൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. രാത്രി 10 മണി. അടച്ചിട്ട റൂമിൻ്റെ ഉള്ളിൽ തളർന്നു കിടക്കുകയാണ് ഡേവിഡും രാജീവും. 2 ദിവസമായി ഒരേ ഒരു കിടപ്പാണ്. ആ ശപിക്കപ്പെട്ട ദിവസം എന്തോ മരുന്ന് കുത്തിവെച്ചത് കാരണം ദേഹം മുഴുവനും തരിക്കുന്നു. വിറകുള്ളി പോലെ വിറങ്ങലിച്ചു പോയിരുന്നു അവരുടെ ദേഹം. വാതിൽ പുറത്തു നിന്നും ലോക്ക് ചെയ്തിട്ടുണ്ട്. വാതിൽ ചവിട്ടി തുറന്ന് പുറത്തു പോവാൻ അവർ രണ്ടുപേർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ശരീരം അല്പം പോലും അനക്കാൻ കൂടി കഴിയുന്നില്ല. നാവ് കുഴഞ്ഞു പോയത് കാരണം സംസാരിക്കാനും കഴിയുന്നില്ല. പെട്ടെന്ന് വാതിൽ തുറന്നുകൊണ്ട് അയാൾ അകത്തേക്ക് വന്നു. ഷേവ് ചെയ്ത് തുടുത്ത മുഖത്ത് പുഞ്ചിരി തത്തിക്കളിച്ചു നിന്നു. അയാൾ രണ്ടുപേരെയും കാരുണ്യത്തോടെ നോക്കി. ഞാൻ സാധാരണ ആണുങ്ങളെ കൊല്ലാറില്ല, പക്ഷേ എനിക്ക് നിങ്ങളെ വെറുതെ വിടാനും പറ്റില്ല. കാരണം എന്നെ നിങ്ങൾ കണ്ടുപോയില്ലേ. എന്നോട് ക്ഷമിക്കൂ സുഹൃത്തുക്കളെ. രാജീവിൻ്റെയും ഡേവിഡിൻ്റെയും കണ്ണുകളിലൂടെ കണ്ണുനീർ തുളുമ്പിക്കൊണ്ടേയിരുന്നു. അയാൾ വളരെ സാവധാനം പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ കുപ്പി പുറത്തെടുത്തു. അതിലെ നീലദ്രാവകം മെല്ലെ സിറിഞ്ചിലേക്ക് നിറച്ചു. വളരെ സാവധാനം അതിലെ വായു കളഞ്ഞു. ഇത് വളരെ വില കൂടിയ മരുന്നാണ്. ഇത് നിങ്ങളുടെ രക്തത്തിൽ കലരുന്നതോടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലയ്ക്കും. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ മരിക്കുകയും പിന്നെ നിങ്ങളുടെ രക്തം കട്ട പിടിക്കുകയും ചെയ്യും. ഇതല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. രണ്ടാളുടെയും ദേഹത്ത് അവസാന തുള്ളി മരുന്നും ഇഞ്ചക്ട് ചെയ്ത് അവരുടെ മരണം അയാൾ ആസ്വദിച്ച് കണ്ടുകൊണ്ടേയിരുന്നു. അവസാന പിടച്ചിലും അവസാനിച്ചപ്പോൾ അവരുടെ മൂക്കിലൂടെയും ചെവികളിലൂടെയും രക്തത്തുള്ളികൾ ഒലിച്ചിറങ്ങി. ഇരയുടെ അവസാനത്തെ ശ്വാസവും മരണത്തിൻ്റെ പിടച്ചിലും കണ്ടപ്പോൾ അറിയാതെ അയാളുടെ ഉള്ളിൽ കവിത വിരിഞ്ഞു. പിന്നെ അയാൾ പുറത്തിറങ്ങി വാതിൽ ലോക്ക് ചെയ്തു. ഹാളിലെ സോഫയിൽ നാൻസി കിടപ്പുണ്ടായിരുന്നു. അവളുടെ കൺപോളകൾ ചെറുതായി അനങ്ങി. പിന്നെ ഭാരമേറിയ എന്തോ തുറക്കുന്ന പോലെ പോളകൾ അവൾ പണിപ്പെട്ട് തുറന്നു. ഒരു ചെറിയ തളർച്ചയോടെ അവൾ ഞെട്ടിയെണീറ്റ് സോഫയിലിരുന്ന് ചുറ്റും നോക്കി. വെളുത്ത മുഖത്ത് പുഞ്ചിരിയോടെ അയാൾ തൊട്ടു മുമ്പിൽ തന്നെ നിൽക്കുന്നത് അവൾ കണ്ടു. അവളുടെ നെഞ്ചിലൂടെ ഒരു ആന്തൽ കടന്നുപോയി. അവൾ അറിയാതെ പിടഞ്ഞെഴുന്നേറ്റു. അയാൾ അവളുടെ തൊട്ടടുത്ത് വന്ന് നിന്നു. അവൾ പിന്നോക്കം നീങ്ങി സോഫയിൽ തട്ടി നിന്നു. അയാളുടെ വിരലുകൾ ഒരു പാമ്പിനെ പോലെ അവളുടെ കവിളിലൂടെ ഇഴഞ്ഞു. നിന്നെ കാണാൻ എന്തു ഭംഗിയാണെന്നറിയോ. എനിക്ക് നിന്നെ ഇഷ്ടമായി. നമുക്ക് ഈ നിമിഷങ്ങളെ ഒന്ന് ആസ്വദിച്ചാലോ. അയാൾ സാവധാനം അവളുടെ ചുണ്ടിൽ ചുംബിക്കാൻ ഞാനു. അവൾ ഒരൊറ്റ നിമിഷം കൊണ്ട് അയാളെ തള്ളി മാറ്റി. പിന്നെ അതിവേഗം പുറത്തെ വാതിലിൻ്റെ അടുത്തേക്ക് ഓടി. പൂട്ടിയിട്ട വാതിലിൽ അവൾ തല തല്ലി കരഞ്ഞു. അയാളുടെ ചുണ്ടുകളിൽ പഴയ പുഞ്ചിരി തത്തിക്കളിച്ചു. എന്നോട് സഹകരിച്ചാൽ ഒന്നും പറ്റാത്ത പോലെ നിനക്ക് വീട്ടിൽ പോവാം, അല്ലെങ്കിൽ തണുപ്പ് നിറഞ്ഞ മരണത്തിൻ്റെ താഴ്വാരത്തിലേക്കും. രണ്ടായാലും നിന്റെ ശരീരം ഞാൻ ആസ്വദിക്കും, ജീവനോടെയോ അല്ലാതെയോ. കാരണം എനിക്ക് നിന്നെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. നാൻസി കരയാൻ പോലും മറന്ന് അയാളെ തന്നെ നോക്കി നിന്നു. അയാൾ ഒരു ചെറു സ്പൂൺ എടുത്ത് അതിലേക്ക് കുറച്ച് പൗഡർ ഇട്ടു. പിന്നെ ഒരു ലൈറ്റർ കത്തിച്ചു. ചൂട് പിടിപ്പിച്ച് പൗഡറിനെ വെള്ളമാക്കി. പിന്നെ അത് ശ്രദ്ധയോടെ സിറിഞ്ചുകൊണ്ട് വലിച്ചെടുത്തു. ഇതെന്താണെന്നറിയോ? പാർട്ടി ഡ്രഗ്. ഇതകത്ത് ചെന്നാൽ പിന്നെ നിനക്ക് മണിക്കൂറുകൾ ക്ഷീണമറിയാതെ നൃത്തം ചെയ്യാം. അമിത ആവേശത്തോടെ തുടർച്ചയായി ഭോഗത്തിലേർപ്പെടാം. ഒരു തുള്ളിക്ക് തന്നെ 1000 വില വരും. നോക്കുകുട്ടി, നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് ഇതെല്ലാം. ഓടിമടുത്ത നാൻസിയെ അയാൾ കടന്നു പിടിച്ചു. സിറിഞ്ച് ദേഹത്ത് കുത്തിയിറക്കി. അല്പസമയം കഴിഞ്ഞപ്പോൾ അവളുടെ ശ്വാസം താളാത്മകമായി. അയാൾ റിമോട്ട് എടുത്ത് ഒരു ഇംഗ്ലീഷ് ഗാനം പ്ലേ ചെയ്തു. പാട്ടിനൊപ്പം മനോഹരമായി അവൾ നൃത്തം ചവിട്ടി. അവൾ അറിയാതെ അയാളുടെ നേരെ കൈകൾ നീട്ടി. അയാൾ അവളുടെ നീട്ടിയ കൈകളിൽ അമർത്തി ചുംബിച്ചു. ആസക്തിയുടെ അഗ്നിനാളങ്ങൾ അവളെ വിഴുങ്ങുന്നത് വരെ അയാൾ അവളെ ചുംബിച്ചുകൊണ്ടേയിരുന്നു. എറണാകുളം കമ്മീഷണർ ഓഫീസ്. രണ്ടാമത്തെ കൊലയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കമ്മീഷണറുടെ മേശപ്പുറത്തിരിപ്പുണ്ട്. ഫയലിന് പുറത്ത് എഴുതിയ പേര് കമ്മീഷണർ സ്റ്റീഫൻ വായിച്ചു. നാൻസി ഇമ്മാനുവൽ. ആ ഫയലിന് താഴെയുള്ള ഫയലിൽ റോസ്മേരിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിരുന്നു. രണ്ടിൻ്റെയും കൊലപാതക രീതികൾ, മുറിവുകളും എല്ലാം ഒരേപോലെയായിരുന്നു. ഇത്രയും കാലത്തെ സർവീസിൻ്റെ ഇടയിൽ ഇത്രയും ക്രൂരമായൊരു കൊലപാതകം അയാൾ ആദ്യം കാണുകയാണ്. സർക്കിൾ ഇൻസ്പെക്ടർ അരുണിനെ കാത്തിരിക്കുകയാണ് അയാൾ. നേരത്തെ സമാനമായ കൊലപാതകങ്ങൾ വളരെ സാഹസികമായി പിടിച്ചിട്ടുള്ള അരുണിനെ മന്ത്രിസഭയുടെ പ്രത്യേക താല്പര്യം പ്രമാണിച്ചാണ് ഈ കേസ് ഏൽപ്പിക്കുന്നത്. ഇപ്പോൾ വയനാട്ടിൽ ജോലി ചെയ്യുന്ന അയാളെ ഒറ്റ രാത്രി കൊണ്ട് കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ്. സമയം വൈകിട്ട് 6 മണി. തൊട്ടടുത്ത കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി അമ്മയുടെ കൂടെ ഫ്ലാറ്റിലേക്ക് മടങ്ങുകയായിരുന്നു രാജിയും 7 വയസ്സുള്ള മകൾ അപ്പൂസും. ഫ്ലാറ്റിന് മുമ്പിൽ എത്തിയപ്പോഴാണ് അവൾ മൊബൈൽ കടയിൽ മറന്നു വെച്ചതോർത്തത്. പെട്ടെന്നുള്ള വിഭ്രാന്തിയിൽ അപ്പൂസിനെ ഫ്ലാറ്റിൻ്റെ മുമ്പിൽ നിർത്തി രാജി വേഗം കടയിലേക്ക് തിരിച്ചു നടന്നു.
ഫ്ലാറ്റിന് മുമ്പിൽ നിൽക്കുന്ന അപ്പൂസിന് മുമ്പിലേക്ക് ആദ്യം ഒരു മഞ്ചാടിക്കുരു വന്നു വീണു. പിന്നെ മറ്റൊന്ന്, അതിനു പിന്നാലെ മറ്റൊന്ന്. മഞ്ചാടിക്കുരു അവരുടെ നേരെ വിതറിയിട്ടുകൊണ്ട് സുന്ദരനായ ഒരാൾ അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. പിന്നെ പോക്കറ്റിൽ നിന്നും ഒരു പിടി മഞ്ചാടിക്കുരു എടുത്തുകൊണ്ട് അവളുടെ നേരെ നീട്ടി. അയാളുടെ വെളുത്ത കൈകൾ നിറയെ ചുവന്ന മഞ്ചാടിക്കുരു അവളെ മാടി വിളിച്ചു. അവൾ അറിയാതെ അയാളുടെ അടുത്തേക്ക് നടന്നു. അയാൾ മെല്ലെ നിർത്തിയിട്ട കാറിലേക്ക് കയറി. പിന്നാലെ അവളെ കാറിലേക്ക് കൈ പിടിച്ച് കയറ്റി. ഒരൊറ്റ നിമിഷം കൊണ്ട് ആ കറുത്ത കാർ അയാൾ ഓടിച്ച് അതിവേഗം അകന്നുപോയി. അയാളുടെ ചുണ്ടുകളിൽ പഴയൊരു ഗസൽ വിരിഞ്ഞു. അയാൾ തലചിരിച്ച് സീറ്റിൽ മയങ്ങിക്കിടക്കുന്ന കുട്ടിയെ നോക്കി. അയാളുടെ ഉള്ളിലെ 1000 കരിനാഗങ്ങൾ പത്തി വിടർത്തി ആടാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ എന്താണ് താനിങ്ങനെയെന്ന് അയാൾ വെറുതെ ആലോചിച്ചു. എന്തായാലും ഇതാണ് ശരിയെന്ന് അയാൾക്ക് തോന്നി. തൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം തന്നെ ബാലിക സംയോഗമാണെന്ന് ഉള്ളുകൊണ്ട് അയാൾ ഒരിക്കൽ കൂടെ തീർച്ചപ്പെടുത്തി. ഇതുകൊണ്ടും തൻ്റെ ഉള്ളിലെ അഗ്നി അണയില്ല എന്ന് അയാൾക്ക് തീർച്ചയായിരുന്നു. റോഡ് സൈഡിൽ കണ്ട ഓരോ പെണ്ണുങ്ങളെയും അയാൾ ആസക്തിയോടെ നോക്കി. പക്ഷെ അപ്പോഴൊക്കെയും അയാളുടെ ചുണ്ടിൽ നിഷ്കളങ്കമായ മനോഹരമായൊരു പുഞ്ചിരി തെളിഞ്ഞു. ചിലരൊക്കെ അയാളെ നോട്ടം കൊണ്ട് തെറ്റിദ്ധരിച്ചു. പരിചയഭാവം തോന്നി ചെറുതായിട്ടൊന്ന് ചിരിച്ചെന്ന് വരുത്തി. അയാളാവട്ടെ വണ്ടിയിൽ കിടക്കുന്ന ചെറിയ ഇരയ്ക്ക് ശേഷം പിടിക്കേണ്ട വലിയ ഇരയെ തിരയുകയായിരുന്നു. ഈ കൊച്ചി നഗരം തനിക്ക് വളരെ മികച്ചതാണെന്ന് അയാൾക്ക് തോന്നി. വലിയ നഗരങ്ങൾ തനിക്ക് വളരെ മികച്ചതായിരിക്കും. കാരണം വലിയ നഗരങ്ങളിൽ രാപ്പകൽ ഭേദമന്യേ പെണ്ണുങ്ങൾ അലഞ്ഞു നടക്കും. ഒറ്റയ്ക്ക് നടക്കുന്ന പെണ്ണുങ്ങളെ വലിയ ക്ഷമയോടെ നിരീക്ഷിച്ചാൽ തനിക്ക് പറ്റിയ ഇരകളെ കിട്ടും. അയാൾ വണ്ടിയുടെ വേഗത ഒന്നുകൂടെ കൂട്ടി. എത്രയും പെട്ടെന്ന് തൻ്റെ സങ്കേതത്തിൽ എത്തണമെന്ന് അയാൾ തീർച്ചയാക്കി. മയങ്ങിക്കിടക്കുന്ന ഇര ഉണരുന്നതിന് മുമ്പേ അവിടെ എത്തിയില്ലെങ്കിൽ അപകടമാണ്. വരാനിരിക്കുന്ന സുന്ദര നിമിഷങ്ങൾ സ്വപ്നം കണ്ട അയാളുടെ മനസ്സ് തുടിച്ചു. അതേസമയം കൈവിട്ടുപോയ കുഞ്ഞിനെ ഓർത്ത് വാവിട്ട് കരയുകയാണ് രാജിയുടെ അമ്മ മനസ്സ്. അവളുടെ കരച്ചിൽ കണ്ട് ഉള്ളുലഞ്ഞു പോയിരുന്നു എല്ലാവരുടെയും. വരാനിരിക്കുന്ന കൊടും ക്രൂരത അറിയാതെ അവരൊക്കെ രാജിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കമ്മീഷണറുടെ ഓഫീസിൽ എത്തുന്നതിന് തൊട്ടു മുമ്പാണ് അരുൺ അപ്പൂസിൻ്റെ മിസ്സിംഗ് കേസ് അറിഞ്ഞത്. ഏതൊരു കുട്ടി കറുത്ത കാറിൽ കയറിപ്പോകുന്നത് സെക്യൂരിറ്റി ജമാൽ കണ്ടിരുന്നു. ഉടനെ അയാൾ CCTV പരിശോധിച്ചു. പക്ഷേ ഗേറ്റിന് മുമ്പിലുള്ള ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അയാൾ തന്നെയാണ് പോലീസിൽ വിളിച്ചറിയിച്ചത്. നിമിഷങ്ങൾക്കുള്ളിൽ എറണാകുളത്തെ മുഴുവൻ പോലീസുകാർക്കും വിവരം കൈമാറി. നഗരം മൊത്തം പോലീസ് അരിച്ചു പറക്കാൻ തുടങ്ങി. എല്ലാ റോഡുകളിലും വാഹന പരിശോധന ആരംഭിച്ചു. അയാൾ അപ്പോൾ വൈറ്റില ജംഗ്ഷനിൽ എത്തിയിരുന്നു. ഓരോ വാഹനവും പരിശോധിച്ചാണ് വിട്ടിരുന്നത്. കറുത്ത കാർ കണ്ടപ്പോൾ പോലീസ് മൊത്തം പരിശോധിച്ചു. അയാൾ ചിരിച്ചുകൊണ്ട് പരിശോധനയോട് പൂർണ്ണമായും സഹകരിച്ചു. ഒടുവിൽ പരിശോധന കഴിഞ്ഞ കറുത്ത കാർ അടുത്തൊരു യൂട്ടേൺ എടുത്ത് വീണ്ടും പിറകിലേക്ക് പോയി. പോലീസ് പരിശോധന മനസ്സിലാക്കിയ അയാൾ ഉണരാൻ തുടങ്ങിയ അപ്പൂസിനെ സമർത്ഥമായി ട്രാഫിക്കിൽ ഇറക്കി വിടുകയായിരുന്നു. ഇര വഴുതിപ്പോയതിലെ നിരാശ അയാളിൽ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുകയായിരുന്നു. ഇനി ഈ വണ്ടി സേഫല്ലെന്ന് അയാളുടെ മനസ്സ് മന്ത്രിച്ചു. അയാൾ വെറുതെ നഗരത്തിന് പുറത്തുകൂടെ കറങ്ങിക്കൊണ്ടേയിരുന്നു. അപ്പോഴാണ് ആളൊഴിഞ്ഞ ബസ് സ്റ്റോപ്പിൽ സാരി ഉടുത്ത് മുല്ലപ്പൂ ചൂടിയൊരു പെണ്ണ് നിൽക്കുന്നത് അയാൾ കണ്ടത്. ചായം പുരട്ടിയ ചുണ്ടുകളാൽ മനോഹരമായി പുഞ്ചിരിച്ചു അവൾ. അയാളുടെ സിരകളിൽ അഗ്നി പടരാൻ തുടങ്ങി. അയാൾ അവളെ നോക്കി ചിരിച്ച നിമിഷം തന്നെ അവൾ മെല്ലെ കാറിൻ്റെ അടുത്തേക്ക് വന്നു. പിന്നെ അവൾ മെല്ലെ കാറിൽ കയറി. അവളെയും കൊണ്ട് കാർ മെല്ലെ അയാളുടെ സങ്കേതത്തിലേക്ക് നീങ്ങി. കരഞ്ഞുകൊണ്ട് അലഞ്ഞു നടക്കുകയായിരുന്ന അപ്പൂസിനെ അപ്പോഴേക്കും സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു നാട്ടുകാർ. അധികം വൈകാതെ തന്നെ രാജിക്ക് അപ്പൂസിനെ തിരിച്ചു കിട്ടി. പക്ഷെ അപ്പൂസിനൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല, വെളുത്ത കൈകളും ചുവന്ന മഞ്ചാടിക്കുരുവുമല്ലാതെ. കമ്മീഷണർ സ്റ്റീഫൻ സാറിൻ്റെ റൂം. വലിയ മേശയ്ക്ക് ചുറ്റും ഇരിക്കുകയാണ് സ്റ്റീഫൻ സാറും അരുണും പിന്നെ ഡോക്ടർ നൈനാനും. എന്താ ഡോക്ടർക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞ് അയാൾ ശങ്കയോടെ അരുണിനെ നോക്കുന്നത് കണ്ട് സ്റ്റീഫൻ ചിരിച്ചു. ഡോക്ടർ പേടിക്കണ്ട, നമ്മുടെ ആൾ തന്നെ. ഈ കേസുകളെല്ലാം അന്വേഷിക്കുന്നത് അരുണാണ്. നൈനാൻ തൻ്റെ തൊണ്ട ഒന്ന് ചുമച്ച് ശരിയാക്കി. നമ്മുടെ 2 പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഏകദേശം എല്ലാം ഒരേപോലെയാണ്. ശവശരീരത്തിലെ മുറിവുകൾ, ബലാത്സംഗമെല്ലാം. പക്ഷെ അതിലും പേടിപ്പെടുത്തുന്ന മറ്റൊരു വശം കൂടി ഈ കേസിലുണ്ട്. എന്താണ് ഡോക്ടർ? അരുൺ ഡോക്ടർ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ്. കൊല്ലപ്പെട്ട 2 ഇരകളുടെ ദേഹത്തും മയക്കുമരുന്ന് കുത്തിവെച്ചിട്ടുണ്ട്. പാർട്ടി ഡ്രഗ് എന്നറിയപ്പെടുന്ന വളരെ വില കൂടിയ ഐസ്മത്താണത്. മെത്താംഫിറ്റമിൻ എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര്. ഐസ് എന്നും സ്പീഡെന്നുമൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. എന്താ ഡോക്ടർ അതിൻ്റെ പ്രത്യേകത? അപൂർവമായ മയക്കുമരുന്നാണിത്, വളരെ വില കൂടിയത്. യൂറോപ്പിലെ സ്ത്രീകൾ പാർട്ടി ഡ്രഗായി ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഒരിക്കൽ ഉപയോഗിച്ചാൽ പിന്നെ ഇതിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. അതിവേഗം നാഡീ ഞരമ്പുകളെ ഉത്തേജിപ്പിക്കാൻ ഇതിനാകും. ഒരു തുള്ളി ഉപയോഗിച്ചാൽ 16 മണിക്കൂർ വരെ അതിൻ്റെ എഫക്റ്റ് നിലനിൽക്കും. മണിക്കൂറുകളോളം തുടർച്ചയായി നൃത്തം ചെയ്യാനും അമിത ആഹ്ലാദത്തോടെ ഒരേ പ്രവൃത്തി തന്നെ മടുപ്പില്ലാതെ ചെയ്യാനും സാധിക്കും. പിന്നെ അമിതമായ ലൈംഗിക ആസക്തിയും. ഓ മൈ ഗോഡ്,
സ്റ്റീഫൻ സാറും അരുണും കണ്ണുകൾ മിഴിച്ചിരുന്നു പോയി. ഇങ്ങനെയും ഒരു മയക്കുമരുന്നോ? പിന്നെ അയാൾ ബോധം കെടുത്താൻ ഉപയോഗിച്ച പദാർത്ഥം എന്താണെന്ന് ഇനിയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അരുണും സ്റ്റീഫനും പരസ്പരം നോക്കി. അവർക്കിതെല്ലാം ഒരു പുതിയ അറിവാണെന്ന് ഡോക്ടർക്ക് തോന്നി. ഇതിനേക്കാൾ ക്രൂരമായ മറ്റൊരു സംഗതി, അവരൊക്കെ മാനഭംഗം ചെയ്യപ്പെട്ടത് മരണത്തിന് ശേഷമാണ്, അതും പലവട്ടം. വാട്ട്? അറിയാതെ കസാരയിൽ നിന്നും എഴുന്നേറ്റ് അരുൺ. യെസ് സാർ, ഹി ഈസ് എ നെക്രോമാനിയൻ. ശവങ്ങളുമായി രതിവീഴ്ചകൾ നടത്തുന്ന മാനസിക അവസ്ഥയാണ് നെക്രോഫീലിയ. എൻ്റെ ഒരു നിഗമനം വെച്ച് ഇയാൾ വളരെ അപകടകാരിയാണ്. വളരെ നന്ദി ഡോക്ടറെ, താങ്കളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്കായി നീക്കിവെച്ചതിൽ. യാത്ര പറഞ്ഞ് ഡോക്ടർ പോയി. എന്തു പറയുന്നു അരുൺ? ആശങ്കയോടെ സ്റ്റീഫൻ അരുണിനെ നോക്കി. അറിയില്ല സാർ, ഇത് വളരെ അപകടം പിടിച്ച കേസാണ്. കാരണം ഇതിലെ വില്ലൻ ഇപ്പോഴും തിരശ്ശീലയ്ക്ക് പിന്നിലാണ്. വളരെ അപകടകാരി. 2 കേസും അരുൺ പഠിച്ചായിരുന്നോ? സ്റ്റീഫൻ അരുണിനെ നോക്കി. ഏറെക്കുറെ. 2 കേസുകളെന്ന് സാർ പറഞ്ഞല്ലോ. ഞാൻ പറയുന്നത് 4 കേസുകളെന്നാണ്. സ്റ്റീഫൻ ചോദ്യരൂപേണ അരുണിനെ നോക്കി. ഡേവിഡിൻ്റെയും രാജീവിൻ്റെയും കൂടെയാണ് റോസ് ബാറിൽ നിന്നും പോയത്. വഴിയിൽ വച്ച് 3 പേരും കാറടക്കം മിസ്സായി. റോസിൻ്റെ മൃതദേഹം മാത്രം നമുക്ക് കിട്ടി. അതിനർത്ഥം മറ്റു 2 പേരും കൊല്ലപ്പെട്ടു എന്ന് തന്നെയല്ലേ? അവർ 2 പേരും അവളെ കൊന്നു മുങ്ങിയതായി കൂടെ? അവരുടെ 2 ആളുടെയും ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമാണ്, പ്രത്യേകിച്ച് പെൺവിഷയത്തിൽ. എനിക്കും ആ സംശയം ഉണ്ടായിരുന്നു സാർ. ഇന്ന് ഡോക്ടറെ കാണുന്നത് വരെ എൻ്റെ നിഗമനം അവർ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ്. അപ്പോൾ അവരുടെ ബോഡികൾ? അവിടെയാണ് സാർ കില്ലറുടെ ബുദ്ധിയെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവരുടെ ബോഡിയും കാറും ഒളിപ്പിച്ച് അവർ മുങ്ങിയതാണെന്നൊരു ഇമേജ് അയാൾ ഉണ്ടാക്കി. പിന്നെ കാണാതായ ആരുടെയും മൊബൈലുകൾ പ്രവർത്തിക്കുന്നില്ല. എവിടെ നിന്നാണോ അവർ മിസ്സായത് അവിടെ നിന്നും മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. സ്റ്റീഫൻ അരുണിനെ തന്നെ സൂക്ഷിച്ചു നോക്കി. ക്യാമറകളിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ ഒന്നും അയാളെ കാണുന്നില്ല. കറുത്ത കാറ് തന്നെ 2 കേസുകളിലും വേറെയാണ്. പിന്നെ ആ കുട്ടിയുടെ മിസ്സിംഗ്. പോലീസ് തിരയുന്നു എന്ന് മനസ്സിലാക്കിയ അയാൾ അതിവിദഗ്ധമായി അവളെ ഒഴിവാക്കി. പക്ഷെ അവൾക്കും അയാളുടെ മുഖം ഓർമ്മയില്ല. അതിനർത്ഥം സ്റ്റീഫൻ്റെ മിഴികളൊന്ന് ഇടുങ്ങി. അതിനർത്ഥം അയാൾ ആരെയും ലക്ഷ്യം വയ്ക്കും എന്നത് തന്നെ. കൊച്ചുകുട്ടികൾ മുതൽ വൃദ്ധകൾ വരെ. ഒറ്റയ്ക്ക് കിട്ടുന്ന ആരെയും അയാൾ എന്തും ചെയ്യും. പിന്നെ അയാളെ നേരിൽ കാണുന്ന ആരെയും അയാൾ കൊല്ലും. ആളെ കണ്ടെത്താൻ കഴിയില്ലേ? കഴിയും, പക്ഷേ സമയമെടുക്കും. ഒന്നുകിൽ അയാൾ നമ്മളെ തിരിച്ചറിയണം, അല്ലെങ്കിൽ നമ്മൾ വിരിക്കുന്ന വലയിൽ അയാൾ കൊടുക്കണം. രണ്ടും ബുദ്ധിമുട്ടാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാനും ക്രൂരനും ഇയാൾ തന്നെ. മൊബൈൽ ട്രേസ് ചെയ്യാൻ കഴിയില്ലേ? അരുൺ ഒന്ന് ചിരിച്ചു. അയാൾ മൊബൈൽ ഉപയോഗിക്കുന്നില്ല. സ്റ്റീഫൻ ഒന്ന് ഞെട്ടി. അതെങ്ങനെ മനസ്സിലായി? അതെൻ്റെ ഊഹമാണ് സാർ. ഇത്രയും ബുദ്ധിയുള്ള ഒരാൾക്ക് മൊബൈലിൻ്റെ കുരുക്കുകൾ അറിയാം. അതുകൊണ്ട് തന്നെ അയാൾ അത് ഉപയോഗിക്കില്ല. പിന്നെ ഇനി അയാൾ കറുത്ത കാറും ഉപയോഗിക്കില്ല. ഇനി മറ്റൊരു വേഷത്തിലാവും അയാൾ വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല എന്നർത്ഥം. അതെ സാർ, നമുക്കിനി ചെയ്യാനുള്ളത് എല്ലാ ഏരിയകളിലും ക്യാമറ സ്ഥാപിക്കുക. സ്കൂളുകളിലും കോളേജുകളിലും ആൾക്കാർ കൂടുന്ന എല്ലാ ഇടങ്ങളിലും. പിന്നെ പെണ്ണുങ്ങൾ ഒറ്റക്കാവുന്ന സാഹചര്യം ഒഴിവാക്കുക. എന്നിട്ട് അയാളുടെ പിഴവിനായി കാത്തിരിക്കുക. പെട്ടെന്ന് സ്റ്റീഫൻ്റെ മൊബൈൽ ശബ്ദിച്ചു. അപ്പുറത്ത് അയാളുടെ ഭാര്യ മേഴ്സി ആയിരുന്നു. സാന്ദ്ര ഇതുവരെ വന്നില്ല. സ്റ്റീഫൻ്റെ നെഞ്ചൊന്നാളി. സെൻറ്റ് തെരേസസിലാണ് സാന്ദ്ര പഠിക്കുന്നത്. കോളേജ് വിട്ടാൽ പിന്നെ നൃത്തം, ബാഡ്മിൻ്റൺ എല്ലാം കഴിഞ്ഞ് കൃത്യം 8 മണിക്ക് അവൾ വീടെത്തും. ഇപ്പോൾ സമയം 10:30. നീ അവളെ ഒന്ന് വിളിച്ചു നോക്ക്. മൊബൈൽ സ്വിച്ച് ഓഫാണ് അച്ചായ. സ്റ്റീഫൻ്റെ നെഞ്ചൊന്ന് കിടുങ്ങി. അയാളുടെ പോലീസ് ബുദ്ധിയിൽ അപകടം മണത്തു. അരുണുമാകെ പകച്ചു നിൽക്കുകയാണ്. അയാളുടെ അനുഭവം വെച്ച് മറ്റേയാൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാന്ദ്രയെ ഇനി ജീവനോടെ കാണില്ല എന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. 2 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സാന്ദ്രയുടെ ഒരു വിവരവും കിട്ടിയില്ല. അവളുടെ സ്കൂട്ടി കോളേജിലെ പാർക്കിങ്ങിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. സ്റ്റീഫൻ ആകെ തളർന്നു പോയിരുന്നു. ഔദ്യോഗിക ജീവിതത്തിലെ അയാളുടെ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു അത്. പോലീസ് കമ്മീഷണറുടെ മകളുടെ പോലും തിരോധാനം തെളിയിക്കാൻ കഴിയാതെ പോലീസ് നിഷ്ക്രിയരാണെന്ന് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. പൊടിപ്പും തൊങ്ങലും വച്ച് ചാനലുകളും പത്രങ്ങളും അവരുടേതായ രീതിയിൽ ഓരോ കഥകൾ പടച്ചുവിടാൻ തുടങ്ങി. കൊച്ചി നഗരത്തിലെ ഓരോ പെണ്ണുങ്ങൾക്കും ഇരുട്ട് പേടിയായി മാറാൻ തുടങ്ങിയിരുന്നു. 6 മണിക്ക് മുന്നേ വീടെത്താൻ എല്ലാവരും ധൃതി കൂട്ടാൻ തുടങ്ങി. പതിയെ പതിയെ നഗരം മുഴുവനും ഒരു മരവിപ്പ് പടർന്നു. ഒരു അദൃശ്യഭീതി ജനങ്ങളെ പിടികൂടി. ഏത് സമയവും തങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം എന്ന ഭീതിയിൽ പെണ്ണുങ്ങൾ നഗരത്തിലേക്ക് ഇറങ്ങാൻ മടിച്ചു. നഗരത്തിൽ ആദ്യമായി വൈകുന്നേരം ആവുമ്പോഴേക്കും തെരുവുകളിൽ ആളൊഴിഞ്ഞു. തൻ്റെ മുന്നിൽ കുന്നുകൂടിയ പരാതികൾ അന്വേഷിക്കുകയായിരുന്നു അരുൺ. വെറും 2 ആഴ്ചയ്ക്കിടെ കൊച്ചി നഗരത്തിൽ നിന്നും കാണാതായത് 10 പേരാണ്. അതിൽ 8 പേരും പെണ്ണുങ്ങൾ. പരാതി വന്നത് മാത്രമാണിത്. അലഞ്ഞു തിരിയുന്ന പരാതിപ്പെടാൻ ആളില്ലാത്തവർ കൂടെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സംഖ്യ ഇനിയും ഉയരും. അരുണിൻ്റെ തല പെരുക്കുന്നത് പോലെ തോന്നി. എറണാകുളം ജില്ലയിൽ ഇനി തിരയാൻ ഒരൊറ്റ ഇഞ്ച് സ്ഥലം പോലും ബാക്കിയില്ല. പരിശോധിക്കാത്ത ക്യാമറകളോ ഉണ്ടാവില്ല. എല്ലാം നിരാശ മാത്രമാണ് അരുണിന് സമ്മാനിച്ചത്. നഗരത്തിലെ ഓരോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരെ മുഴുവൻ പിടികൂടി.
പുതിയ ക്യാമറകൾ സ്ഥാപിച്ചു. പക്ഷേ കേരള പോലീസിനെ മുഴുവനും നാണം കെടുത്തി അയാൾ കാണാമറയത്ത് പതിഞ്ഞിരുന്നു. നാടിനെ മുഴുവനും ഭീതി പടർത്തിക്കൊണ്ടേയിരുന്നു. രാത്രി പതിവ് പെട്രോളിങ്ങിന് ഇറങ്ങിയതായിരുന്നു SI വിനോദും സംഘവും. നഗരം മുഴുവനും ഇപ്പോൾ പോലീസ് നിയന്ത്രണത്തിലാണ്. യൂണിഫോമിലും മഫ്തിയിലും പോലീസുകാർ നഗരം മുഴുവനും പരിശോധിക്കുന്നുണ്ടായിരുന്നു. അതുകൂടാതെ വിവിധ ക്ലബ്ബുകൾ, സാംസ്കാരിക സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങി മുഴുവൻ ജനങ്ങളും എല്ലാം മറന്ന് പോരാടാൻ തയ്യാറായി. പെട്ടെന്നാണ് അടഞ്ഞുകിടക്കുന്ന കെട്ടിടത്തിൻ്റെ ഉള്ളിൽ നിന്നും ഒരു കരച്ചിൽ കേട്ട പോലെ വിനോദിന് തോന്നിയത്. ഒരൊറ്റ നിമിഷം മാത്രം അയാളൊന്ന് പകച്ചു. അയാൾ തൻ്റെ ടോർച്ചടിച്ചു നോക്കി. കെട്ടിടത്തിൻ്റെ മുമ്പിൽ ഒരു കാറ് കിടപ്പുണ്ട്. അരയിലെ തോക്ക് കയ്യിലെടുത്ത് അയാൾ കാറിന് നേരെ നടന്നു. ടോർച്ചടിച്ചപ്പോൾ ഒന്നും കണ്ടില്ല. വിനോദ് കാറിൻ്റെ അടുത്ത് എത്തിയ നേരം പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടായി. തെളിഞ്ഞ ഹെഡ്ലൈറ്റിൻ്റെ മുമ്പിൽ 1-2 നിമിഷത്തേക്ക് വിനോദിൻ്റെ കണ്ണു മഞ്ഞളിച്ചു. ഒരൊറ്റ നിമിഷം മതിയായിരുന്നു അയാൾക്ക്. കാർ അതിവേഗം വിനോദിൻ്റെ നേരെ കുതിച്ചു. ഒഴിഞ്ഞു മാറാൻ കഴിയുന്നതിന് മുമ്പ് പോലീസുകാരെ ഇടിച്ചു തെറിപ്പിച്ച് ആ കറുത്ത കാർ അതിവേഗം റോഡിലേക്ക് കുതിച്ചു. അപ്പോഴേക്കും സമചിത്തത വീണ്ടെടുത്ത വിനോദ് കാറിന് നേരെ നിറയൊഴിച്ചിരുന്നു. കാറ് പക്ഷേ മുന്നോട്ട് കുതിച്ചു പാഞ്ഞു. പെട്ടെന്നാണ് പോക്കറ്റ് റോഡിൽ നിന്നും ഒരു ടിപ്പർ പെട്ടെന്ന് റോഡിലേക്ക് കയറിയത്. ടിപ്പർ ഇടിക്കാതിരിക്കാൻ അയാൾ പെട്ടെന്ന് കാറ് വെട്ടിച്ചു. പക്ഷേ നിയന്ത്രണം വിട്ട കാറ് വലതുവശവും കടന്ന് സൈഡിലെ മരത്തിലിടിച്ചു നിന്നു. അപ്പോഴേക്കും വിനോദും പോലീസുകാരും അവിടെ എത്തിയിരുന്നു. നേരിയ മുറിവുകൾ ഉണ്ടെന്നതൊഴിച്ചാൽ അവർക്ക് കൂടുതലൊന്നും പറ്റിയിരുന്നില്ല. മിനിറ്റുകൾക്കുള്ളിൽ അവർ അയാളെ പിടികൂടി. ബോധം നഷ്ടപ്പെട്ടവനെ പോലെ തളർന്നു കിടക്കുകയായിരുന്നു അയാൾ. പിന്നിലെ സീറ്റിൽ ബോധം കെട്ട് കിടക്കുന്ന ചെറിയ പെൺകുട്ടിയെ അപ്പോഴാണ് വിനോദൻ കണ്ടത്. അവളുടെ കഴുത്തു മുറിഞ്ഞ് ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിച്ച ഉടനെ തന്നെ അരുണും സംഘവും അവിടെ എത്തി. പെൺകുട്ടിയുടെ കഴുത്തു മുറിഞ്ഞ് ചോര കുറേ പോയിരുന്നു. അരുൺ വിനോദിനെ ആശ്ലേഷിച്ചു. ദിവസങ്ങളായി കൊച്ചിയിലെ ജനങ്ങളെ വിറപ്പിച്ച സൈക്കോയെ കീഴടക്കാൻ കഴിഞ്ഞതിൽ വിനോദിന് അതിയായ സന്തോഷം തോന്നി. അരുൺ കമ്മീഷണറെ വിളിച്ച് റിപ്പോർട്ട് ചെയ്തു. പക്ഷെ അയാളുടെ ബോധം തെളിയുന്നത് വരെ മുകളിലേക്ക് റിപ്പോർട്ട് കൊടുക്കണ്ട എന്ന് വെച്ചു. അരുണിൻ്റെ മനസ്സിന് ഒരു ലാഘവത്വം തോന്നി. ഇത്ര പെട്ടെന്ന് അയാളെ പിടിക്കാൻ കഴിയുമെന്ന് ഒരിക്കലും അയാൾ കരുതിയിരുന്നില്ല. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞാണ് ഡോക്ടർ പുറത്തേക്ക് വന്നത്. അരുണും വിനോദും അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. പേടിക്കണ്ട, അവർ രണ്ടുപേരും സേഫാണ്. അപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാമല്ലേ? ഡോക്ടർ ദേഷ്യത്തോടെ അവരെ നോക്കി. എന്തിനെന്നോ? ഇത്രയും കൊലപാതകങ്ങൾ നടത്തി അയാളെ അറസ്റ്റ് ചെയ്യാതെ പിന്നെ? ഡോക്ടർ അവരെ തറപ്പിച്ചു നോക്കി. നിങ്ങൾ തിരക്കി നടക്കുന്ന സൈക്കോ ഇയാളല്ല. പിന്നെ ഇയാളൊരു രോഗിയാണ്. തലസിമിയ രോഗം ബാധിച്ച ഒരു സ്കൂൾ അധ്യാപകൻ. അത് ഡോക്ടർക്ക് എങ്ങനെ അറിയാം? അയാൾ എൻ്റെ ചികിത്സയിലാണ്. ശരീരത്തിൽ അനിയന്ത്രിതമായ രീതിയിൽ ഹീമോഗ്ലോബിൻ സൃഷ്ടിക്കപ്പെടുന്ന അവസ്ഥയാണ് തലസിമിയ. ഇത് ചുവന്ന രക്താണുക്കളുടെ നാശത്തിനും അതുവഴി രക്തത്തിലൂടെയുള്ള ഓക്സിജന്റെ സഞ്ചാരവും തകരാറിലാക്കുന്നു. അരുണും വിനോദും വിശ്വാസം വരാതെ ഡോക്ടറെ നോക്കി. കൃത്യമായ ഇടവേളകളിൽ രക്തം മാറ്റിവെക്കുക എന്നതാണ് ഇതിനുള്ള പോംവഴി. ഇല്ലെങ്കിൽ ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് കുറഞ്ഞ് അതിസങ്കീർണമായ പ്രശ്നങ്ങൾ രോഗിക്ക് അനുഭവപ്പെടും. അപൂർവമായി രക്തം കുടിക്കാനും ആളുകളുടെ കഴുത്ത് കടിച്ചു മുറിക്കാനുമൊക്കെ രോഗിക്ക് തോന്നാം. അത്തരമൊരു അവസ്ഥയിലാണ് അയാൾ സ്വന്തം മകളുടെ കഴുത്ത് കടിച്ചു മുറിച്ചത്. അരുണും വിനോദും ഒന്നും മിണ്ടാതെ ഡോക്ടറെ തന്നെ കേൾക്കുകയായിരുന്നു. അവർക്കതെല്ലാം അവിശ്വസനീയമായി തോന്നി. അവരുടെ പോലീസ് ബുദ്ധിയിൽ ഒരുപാട് സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ടെന്ന് ഡോക്ടർക്ക് മനസ്സിലായി. ഡോക്ടർ ചെറുതായി ഒന്ന് ചിരിച്ചു. അയാൾ നാളെ രക്തം മാറ്റാൻ ഇവിടെ അഡ്മിറ്റ് ആവാൻ ഇരുന്നതാണ്. അപ്പോഴേക്കും ഒരു നേഴ്സ് ഫയൽ കൊണ്ടുവന്ന് ഡോക്ടറെ ഏൽപ്പിച്ചു. അയാൾ അത് അരുണിന് നേരെ നീട്ടി. അത് വായിച്ച ഉടനെ അരുൺ എഴുന്നേറ്റു. പിന്നെ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു. സംഘർഷഭരിതമായിരുന്നു അയാളുടെ മനസ്സ്. ആശുപത്രിക്ക് വെളിയിൽ റോഡിലിറങ്ങി ഒരു സിഗരറ്റ് വലിച്ചപ്പോഴേക്കും വിനോദ് പുറകെ എത്തി. സാർ, നമ്മളിനി എന്ത് ചെയ്യും? എന്തോ പറയാമെന്ന് അരുൺ പെട്ടെന്ന് വിനോദിനെ തള്ളി മാറ്റി. പിറകിൽ നിന്നും അതിവേഗത്തിൽ ഒരു സ്കോർപിയോ അവരുടെ നേരെ വരുന്നത് കണ്ടായിരുന്നു അത്. അവരെ തൊട്ടില്ല എന്ന മട്ടിൽ സ്കോർപിയോ ബ്രേക്കിട്ട് നിർത്തി. പച്ചത്തെറി വായിൽ വന്നത് വിനോദ് പണിപ്പെട്ടടക്കി. സ്കോർപിയോയുടെ സൈഡിൽ സീറ്റിലിരുന്നത് ഒരു പെണ്ണായിരുന്നു. പൂച്ച കണ്ണുകളുള്ള ഒരു മധ്യവയസ്ക. അവളുടെ മടിയിൽ ഓമനത്തമുള്ള ഒരു പൂച്ചക്കുട്ടി. അവൾ അരുണിനെ ഒന്ന് നോക്കി ചിരിച്ചു. വെൽക്കം ടു കൊച്ചി മിസ്റ്റർ അരുൺ. അവരുടെ സ്വരത്തിലെ ഭീഷണി അരുൺ തിരിച്ചറിഞ്ഞു. അവരുടെ മുഖം ക്രൂരമായി. മറന്നിട്ടില്ലെന്ന് കരുതട്ടെ, ഞാൻ എമി അലക്സ്, നീ കൊന്നുകളഞ്ഞ റെക്സിയുടെ മമ്മ. അരുണിൻ്റെ സിരകളിലൂടെ ഒരു തരിപ്പ് പടർന്നു. റെക്സ്, താൻ മറക്കാൻ ആഗ്രഹിച്ച പേര്. ഒരിക്കൽ കൂടെ കൊച്ചിയിലേക്ക് സ്വാഗതം. എമിയുടെ കണ്ണുകളിൽ പക എരിയുന്നത് അരുൺ കണ്ടു. അവളുടെ കൈകളിൽ കിടന്ന പൂച്ചക്കുട്ടിയുടെ കഴുത്ത് ഞെരിഞ്ഞു. പിടയാൻ പോലും കഴിയാതെ ചത്ത പൂച്ചക്കുട്ടിയുടെ ശവം അരുണിൻ്റെ മുൻപിലേക്കിട്ട് സ്കോർപിയോ മുൻപോട്ട് കുതിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു പോയിരുന്നു അരുൺ. ആരാ സാറേ അത്? പകച്ചു നിൽക്കുന്ന അരുണിനെ നോക്കി വിനോദ് ചോദിച്ചു. അരുണിൻ്റെ കണ്ണുകളിലെ പകുപ്പ് മെല്ലെ മാഞ്ഞുപോയി. പകരം അവിടെ ആത്മവിശ്വാസവും ഒരു പോലീസ് ഓഫീസറുടെ നിശ്ചയദാർഢ്യവും തെളിഞ്ഞു വന്നു. അതൊരു കഥയാണ് വിനോദ്. 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൊച്ചിയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഒരു 10 വയസ്സുകാരി ഈ എമിയുടെ ലോഡ്ജിൽ നിന്നും വീണ് മരിച്ചു. അന്ന് ആ കേസ് അന്വേഷിച്ചത് ഞാനായിരുന്നു.
വെറും അപകടമരണമായി കാണാനെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ മേലുദ്യോഗസ്ഥർക്ക് ആ കേസ് തള്ളാനായിരുന്നു താല്പര്യം. ആ കുട്ടി ക്രൂരമായ പീഡനത്തിന് ഇരയായിട്ടാണ് മരണമടഞ്ഞതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും പൂഴ്ത്തിവെക്കാൻ ശ്രമങ്ങൾ നടന്നു. അവസാനം എൻ്റെ അന്വേഷണം ചെന്നെത്തിയത് യമയുടെ മകൻ റെക്സിൻ ആയിരുന്നു. അന്ന് വെറും 20 വയസ്സായിരുന്നു അവൻ്റെ പ്രായം. അവനില്ലാത്ത ദുശീലങ്ങളോ ഒന്നുമില്ലായിരുന്നു. പക്ഷെ അവൻ്റെ അമ്മയ്ക്ക് അവനൊരു നല്ല കുട്ടിയാണ്. അവരുടെ ബന്ധങ്ങൾ ഉപയോഗിച്ച് അവർ എന്നെ വിലക്കെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ എൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോയി. അവസാനം അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് ഉറപ്പായ നിമിഷം അവൻ ആത്മഹത്യ ചെയ്തു. ഞാനാണ് അതിന് ഉത്തരവാദിയെന്ന് ഇന്നും അവർ കരുതുന്നു. പക്ഷെ അവർക്കറിയാത്തൊരു രഹസ്യമുണ്ടായിരുന്നു. അവനൊരു പീഡോ ആയിരുന്നു. അപ്പോൾ സാറിന് അവരെ അറിയിക്കായിരുന്നില്ലേ? അവിടെയാണ് വിനോദ് എനിക്ക് തെറ്റിയത്. നമ്മൾ കരുതുന്ന പോലെ അവരൊരു പാവമായിരുന്നില്ല. കൊച്ചുകുട്ടികളെ വലിയ വലിയ ബിസിനസ്സുകാർക്ക് കാഴ്ചവെക്കുന്ന ഒന്നാന്തരം ഡബിളായിരുന്നു അവർ. വലിയ വലിയ പണച്ചാക്കുകൾക്ക് കാമപൂർത്തീകരണം നടത്തി കൊടുക്കുന്ന ഒരു പെൺ പിമ്പ്. പക്ഷേ തെളിവുകളുടെ കുറവ് മൂലം ഇന്നും അവർ സമൂഹത്തിൽ മാന്യമായി കഴിയുന്നു. എല്ലാം പോലീസുകാരായ നമ്മളുടെ വിധി. വിനോദിൻ്റെ സ്വരത്തിലെ നിരാശ അരുൺ തിരിച്ചറിഞ്ഞു. ചിലപ്പോഴൊക്കെ നമ്മുടെ വിധി നമുക്ക് തീരുമാനിക്കാം. അരുണിൻ്റെ സ്വരത്തിലെ മൂർച്ച വിനോദിന് മനസ്സിലായി. ആ വാക്കുകളുടെ അർത്ഥവും. അവൻ്റെ കൈ അറിയാതെ സർവീസ് റിവോൾവറിൽ തഴുകി. സാർ, എന്താണിനി നമ്മുടെ ലക്ഷ്യം? കുറ്റവാളി ആരെന്ന് ഇതുവരെ തിരിച്ചറിയാൻ കഴിയാത്ത പക്ഷം നെൽസൺ ആയിരുന്നു അത്. പഴയ അതേ ഇരുമ്പ് നെൽസണും സമതും. അരുണിൻ്റെ പ്രത്യേക താല്പര്യം പ്രമാണിച്ച് വരുത്തിയതാണ് അവരെ. വിനോദ് കൂടെയുണ്ടായിരുന്നു അവർക്കൊപ്പം. അവർ 4 പേരും ഉൾപ്പെട്ട ഒരു രഹസ്യ ചർച്ചയായിരുന്നു അത്. അരുൺ തെല്ലു നേരം ആലോചിച്ചിരുന്നു. അയാളുടെ നീണ്ട നെറ്റിയിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. എനിക്ക് കുറേ സംശയങ്ങളുണ്ട് നെൽസ. നമ്മുടെ ഒരു പരിചയം വെച്ച് ഇത് വെറും സൈക്കോ കേസാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ കേസിൽ എന്തൊക്കെയോ ചേരാതെ കിടക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധയോടെ അരുണിനെ നോക്കി. ഒന്നാമതായി, എല്ലാ സൈക്കോകളും ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിൻ്റെ പിറകിൽ കുറേ കാരണങ്ങളുണ്ട്. ചിലപ്പോൾ പ്രശസ്തി, മറ്റു ചിലപ്പോൾ ആളുകളുടെ പേടി ആസ്വദിക്കാൻ, അതുമല്ലെങ്കിൽ ലൈംഗിക സംതൃപ്തി നേടാൻ, അതുമല്ലെങ്കിൽ വെറുതെ ഒരു രസത്തിന്. പക്ഷെ അതിനെല്ലാം ഒരു ക്രമമുണ്ടാവും. അവരറിയാതെ വന്നു പോകുന്ന ഒരു യൂണിഫോമിറ്റി, അവർ പോലും അറിയാതെ ബാക്കി വയ്ക്കുന്ന ചില തെളിവുകൾ. പക്ഷെ ഇവിടെ പ്രതി ഒരു മൊബൈൽ പോലും ഉപയോഗിക്കുന്നില്ല. ആദ്യം പിടിച്ച 2 ഇരകളെ നമ്മുടെ മുമ്പിലേക്ക് വെറുതെ ഇട്ട് തന്നതാണോ എന്നൊരു സംശയം. കാരണം പിന്നീട് ഒരു ബോഡിയോ കുറച്ച് ദിവസങ്ങളായി ഒരു കിഡ്നാപ്പോ അയാൾ നടത്തിയിട്ടില്ല. നമ്മളൊരു സൈക്കോയുടെ പുറകെ ഓടുമ്പോൾ അയാൾ നമ്മളെ അലയാൻ വിട്ട് മറ്റു ചില കാര്യങ്ങൾ ചെയ്യുകയാണോ എന്നൊരു ശങ്ക. മൂവരും ആകാംക്ഷയോടെ അയാളെ നോക്കിയിരിക്കുകയാണ്. അത്തരമൊരു സാധ്യത അവർ ആലോചിച്ചിരുന്നില്ല. അയാൾ ഒരു സൈക്കോ ആണെങ്കിൽ തുടർച്ചയായി നമുക്ക് ശവങ്ങൾ വിട്ടുതരുമായിരുന്നു. ഇപ്പോൾ സാന്ദ്രയുടെ കാര്യം നോക്കൂ. അവളെ കാണാതായിട്ടിപ്പോൾ ഒരാഴ്ച തികയുന്നു. അതിനർത്ഥം അയാൾ അവളെ കൊന്നിട്ടില്ല. കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ശവം നാറി അയാളുടെ സങ്കേതം ചിലപ്പോൾ ആളുകൾക്ക് സംശയം ജനിപ്പിച്ചേക്കാം. എൻ്റെ സംശയം അയാൾ മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടിയാകാം ആണുങ്ങളെ കിഡ്നാപ്പ് ചെയ്തതെന്നാണ്. അതെന്തായിരിക്കും സാർ? അറിയില്ല. നമ്മളിനി കണ്ടുപിടിക്കണം. പക്ഷെ അതിനു മുമ്പ് നമ്മൾ രഹസ്യമായി നഗരം മുഴുവനും മരിച്ചു പിറക്കണം. ഓരോ വീടുകളിലും ചെന്ന് അയൽവാസികളെ പറ്റി അന്വേഷിക്കണം. അപരിചിതർ താമസിക്കുന്ന വീടുകൾ, അടഞ്ഞു കിടക്കുന്ന ഗോഡൗണുകൾ, കെട്ടിടങ്ങൾ, പണി നടക്കുന്ന വീടുകൾ തുടങ്ങി ഒന്നും ഒഴിവാക്കരുത്. പിന്നെ എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ അയാളെ പിടികൂടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതല്ല, അയാൾ ശരിക്കും സൈക്കോ ആണെങ്കിൽ അയാൾ ഇനിയും പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കും. അങ്ങനെ ഒന്നും സംഭവിച്ചാൽ അത് നമ്മുടെ ആളെ തന്നെയാവും. നമുക്ക് വേണ്ടി നമ്മൾ നിയോഗിക്കുന്ന പെണ്ണുങ്ങളെ. അവരുടെ ദേഹത്ത് ഘടിപ്പിക്കുന്ന സെൻസറുകളിലൂടെ നമുക്ക് അയാളുടെ സങ്കേതം കണ്ടുപിടിക്കാനാവും. ചർച്ചകൾ പിന്നെയും പുലർച്ചെ വരെ നീണ്ടുപോയി. അതിൻ്റെ ഇടയിൽ മേശപ്പുറത്ത് വെച്ച ബിയർ ബോട്ടിൽ പോലും തുറക്കാൻ അവർ മറന്നുപോയി. നേർത്ത മയക്കത്തിലായിരുന്നു സാന്ദ്ര. അവൾക്ക് ദേഹം തണുക്കുന്നത് പോലെ തോന്നി. നേർത്ത നിലാവിൽ അവൾ മഞ്ഞുതുള്ളികൾ ഇറ്റി വീഴുന്ന താഴ്വാരത്തിലൂടെ ഒരു വെള്ളക്കുതിരയുടെ പുറത്ത് സഞ്ചരിക്കുകയായിരുന്നു. നനുത്ത മഞ്ഞ് മുഖത്ത് വീഴുമ്പോൾ അവൾ ഒന്ന് പിടഞ്ഞു. പെട്ടെന്നാണ് അവൾ ഞെട്ടി ഉണർന്നത്. അവൾക്ക് പരിസരബോധം വരാൻ കുറേ സമയമെടുത്തു. പൂർണ്ണ നഗ്നയായി ഒരു ടേബിളിൽ കിടക്കുകയാണ് താനെന്ന സത്യം മനസ്സിലായതും അവളൊന്ന് പൊള്ളിപ്പിടഞ്ഞു. ദേഹം മൊത്തം വേദനിക്കുന്നു. വലത്തെ കൈ മരവിക്കുന്ന പോലെ തോന്നി അവൾക്ക്. മെല്ലെ കൈ പൊക്കി നോക്കി. കൈത്തണ്ടയിൽ സിറിഞ്ച് കയറിയ കുറേ പാടുകൾ. താൻ എവിടെയാണ്? അവൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. കോളേജ് വിട്ട് പുറത്തേക്ക് വരുമ്പോൾ തൻ്റെ പേര് ആരോ വിളിച്ചതും സുന്ദരനായ ഒരാൾ തന്നോട് എന്തോ ചോദിച്ചതും മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. തലയ്ക്കകത്ത് മഴ പെയ്യുന്ന പോലെയുള്ള മർമ്മരം മാത്രം. അവൾ പണിപ്പെട്ട് എണീറ്റു. ദേഹം മൊത്തം നീലിച്ച പാടുകൾ. നടക്കുമ്പോൾ തുടയിടുക്കിൽ അസഹ്യമായ വേദന. നാണം മറയ്ക്കാൻ ഒരു വസ്ത്രത്തിനായി അവൾ ചുറ്റും നോക്കി. ആ വലിയ മുറി ശൂന്യമായിരുന്നു. തൊട്ടപ്പുറത്തെ മുറിയിൽ നിന്നും എന്തോ ശബ്ദം കേൾക്കുന്നത് പോലെ തോന്നി അവൾ അങ്ങോട്ട് നടന്നു. അവിടെ ഒരു യുവതി പൂർണ്ണ നഗ്നയായി നിൽക്കുന്നുണ്ടായിരുന്നു. ചുരുണ്ട മുടിയും കറുത്ത നിറമുള്ള അവൾ ഒരു തടിച്ചിയായിരുന്നു. സാന്ദ്ര അവളുടെ അടുത്തേക്ക് ചെന്നു. എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഉള്ളിലെന്തോ ഒരു ഉന്മാദം. അറിയാതെ കാലുകൾ അവളുടെ നേരെ നീങ്ങുന്നു.
വായിലൊരു പുളിപ്പുരസം നിറഞ്ഞു. കൈകളിൽ ഒരു മരവിപ്പ്. ദേഹം മുഴുവനും കോച്ചി വലിക്കുന്നു. എല്ലാം മറന്ന ഒരൊറ്റ കുതിപ്പായിരുന്നു സാന്ദ്ര. അവളുടെ കഴുത്തിൽ സാന്ദ്ര ആഞ്ഞു കടിച്ചു. ചോരയുടെ രുചി അവളെ മത്തുപിടിപ്പിച്ചു. തള്ളിമാറ്റിയ അവളുടെ കൈകളിലായിരുന്നു അടുത്ത കടി. കടിച്ചു പറിച്ച ഇറച്ചി കഷ്ണം അവൾ ആർത്തിയോടെ ചതച്ചരച്ചു. എല്ലാം ക്യാമറയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ അത് കണ്ട് പൊട്ടിച്ചിരിച്ചു. തൻ്റെ പരീക്ഷണം പകുതി വിജയിച്ചു കഴിഞ്ഞു. അയാൾ ഐസിട്ട് സൂക്ഷിച്ച കറുത്ത നിറമുള്ള കുപ്പിയിലേക്ക് നോക്കി. ഇനി ഈ വൈറസ് മരുന്ന് അവരുടെ ദേഹത്ത് കയറ്റണം. പിന്നെ അവർ കടുത്ത മാംസദാഹികളാവും. ശരിക്കും നരഭോജികൾ. തൻ്റെ തടവറയിലുള്ള 16 പേരെയും കുത്തിവെച്ച് അവരെ തിരക്കുള്ള കൊച്ചി നഗരത്തിലേക്ക് അഴിച്ചുവിടും. അവരുടെ കടിയേൽക്കുന്ന ഓരോരുത്തരിലും വൈറസ് പടർന്ന് അവരും നരഭോജികളാവും. അങ്ങനെ മണിക്കൂറുകൾക്കുള്ളിൽ കൊച്ചി നഗരം ഒരു ശവപ്പറമ്പായി മാറും. പേ പിടിച്ച നായ്ക്കളെപ്പോലെ മനുഷ്യനെ പച്ചക്ക് കടിച്ചു തിന്നും. പ്രേതാത്മാക്കൾ നിറഞ്ഞ ചുടല പോലെ നഗരം വെന്തിരിയും. എന്തോ ഓർത്ത് അയാളുടെ ഉള്ളിൽ ചിരി നിറഞ്ഞു. പോലീസുകാരിപ്പോൾ ഒരു സൈക്കോയെ തിരഞ്ഞു നടക്കുകയാവും. പക്ഷെ അവർക്കറിയില്ലല്ലോ, അവർ തിരഞ്ഞു നടക്കുന്ന ആൾ വെറും സൈക്കോ അല്ലെന്ന്. അയാൾ വയലറ്റ് നിറമുള്ള ഒരു മരുന്ന് മെല്ലെ വായിലേക്ക് ഒഴിച്ചു. 2 നിമിഷം അയാളുടെ കണ്ണുകൾ ചുവന്നു വന്നു. പല്ലുകൾ കടിച്ചു പിടിച്ച അയാൾ തൻ്റെ തൊട്ടടുത്ത തറയിൽ കിടക്കുന്ന യുവതിയെ നോക്കി. അയാളുടെ ഉള്ളിൽ ഒരു കാട്ടുമൃഗം വേട്ടയാടാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിരുന്നു. ആരാ നീ? റൂമിലെ വലിയ കണ്ണാടിയിൽ തെളിഞ്ഞ പ്രതിബിംബത്തിലേക്ക് നോക്കി അയാൾ സ്വയം ചോദിച്ചു. കണ്ണാടിയിൽ തെളിഞ്ഞു കണ്ട സുന്ദരനായ രൂപത്തിലേക്ക് അയാൾ കൊതിയോടെ നോക്കി. ദൈവത്തിൻ്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടി താനാണെന്ന് അയാൾക്ക് തോന്നി. വലിയ പരന്ന ഉരുക്കുപോലെയുള്ള മാറിടങ്ങളും പേശികൾ ഉരുണ്ടുമറിയുന്ന പതിഞ്ഞ വയറുകളും ലക്ഷണമൊത്ത നാസികയും. പിന്നെ അയാൾ താഴേക്ക് നോക്കി. അയാളുടെ ഉള്ളിൽ ഒരു ആനന്ദം നുരഞ്ഞു വന്നു. പിന്നിലെ യുവതിക്ക് ബോധം തെളിയാൻ തുടങ്ങിയിരിക്കുന്നു. മരുന്ന് കുത്തിവെച്ചിട്ടിപ്പോൾ കുറേ സമയം കഴിഞ്ഞിരിക്കുന്നു. അവൾ ഉണരട്ടെ, ഉണർന്ന് കരുത്താവട്ടെ. അപ്പോഴേ വേട്ടയാടി രസിക്കാൻ ഒരു ഉന്മേഷം തോന്നൂ. അയാൾ കണ്ണാടിയിലേക്ക് ഒന്നുകൂടെ നോക്കി. ഈ സാമ്രാജ്യത്തിൻ്റെ അധിപൻ നീയാണ്, അയാൾ തന്നോട് തന്നെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഒരു രാജാവ്. മറ്റുള്ളവരൊക്കെ രാജകൽപ്പന അനുസരിക്കാനും രാജഹിതം നടപ്പാക്കാനുമുള്ള വെറും അടിമകളും. പിന്നിലെ യുവതി എണീറ്റിരുന്ന് കഴിഞ്ഞിരുന്നു. അയാൾ അവൾക്ക് അഭിമുഖമായി തിരിഞ്ഞു. അവളുടെ മുഖം പേടികൊണ്ട് കൂടിപ്പോയിരുന്നു. ഒരു സിംഹത്തെ കാണുന്ന മാൻപേടയെപ്പോലെ അവൾ കിലുകില വിറച്ചുകൊണ്ടേയിരുന്നു. അയാൾ വന്ന് മുഖത്തോട് മുഖം അടുപ്പിച്ച നിമിഷം അയാളുടെ ചുടുനിശ്വാസം അവളുടെ മുഖത്തടിച്ചു. അവൾ ബോധശൂന്യമായി നിലംപതിച്ചു. വൈകുന്നേരം ദീർഘസംഭോഗത്തിൻ്റെ ആലസ്യത്തിൽ മയങ്ങിക്കിടക്കുകയായിരുന്നു അയാൾ. പെട്ടെന്ന് അയാൾ ഞെട്ടി ഉണർന്നു. തൻ്റെ സോംബി വൈറസ് തൻ്റെ അടിമകളുടെ മേൽ കുത്തിവെക്കാനുള്ള സമയമായെന്ന് അയാൾക്ക് തോന്നി. വളരെ സൂക്ഷ്മമായി അയാൾ മരുന്ന് സിറിഞ്ചിൽ നിറച്ചു. മയങ്ങിക്കിടക്കുന്ന വെളുത്തു മെലിഞ്ഞ യുവതിയുടെ പിൻഭാഗത്ത് അയാൾ സിറിഞ്ച് കുത്തിയിറക്കി. അവളെ അയാൾ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ നിന്നാണ് പൊക്കിയത്. നിർത്തിയിട്ട തൻ്റെ കാറിൽ അറിയാതെ അവൾ വന്നു കയറുകയായിരുന്നു. അയാൾ പെട്ടെന്ന് പുറത്തിറങ്ങി വാതിലടച്ചു. പിന്നെ തൻ്റെ രഹസ്യ റൂമിൽ കയറി ക്യാമറയിലൂടെ അവരെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. 4 പേരെയാണ് ആ റൂമിൽ പാർപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ സമയം വൈകിട്ട് 6 മണി. 4 മണിക്കൂറിൻ്റെ ഉള്ളിൽ മരുന്ന് പ്രവർത്തിച്ചു തുടങ്ങും. പിന്നെ അവരെ ഓരോരുത്തരെയായി നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലായി തുറന്നുവിടും. മരുന്ന് പ്രവർത്തിച്ചു തുടങ്ങിയാൽ അവർ ഒന്ന് ബോധശൂന്യരാകും. 1 മണിക്കൂറിന് ശേഷമാണ് പിന്നെ അവർ ഉണരുക. അതിൻ്റെ ഉള്ളിൽ അവരെ നഗരത്തിൻ്റെ 4 ഭാഗങ്ങളിൽ എത്തിക്കണം. പിന്നെ അവരെ തടയാൻ ലോകത്തിൽ ഒരാൾക്കും കഴിയില്ല. അയാൾ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത വീഡിയോസ് ഒരിക്കൽ കൂടെ കണ്ടു. പിന്നെ ചിരിക്കുന്ന മുഖത്തോടെ അത് ക്ലോസ് ചെയ്തു. സാർ, ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല. അടഞ്ഞു കിടക്കുന്ന ആ ചെറിയ കെട്ടിടത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു അവർ. സമത് പറഞ്ഞപ്പോൾ ബാക്കി 3 പേരും മൊബൈൽ എടുത്തു നോക്കി. ശരിയാണ്, തീരെ റേഞ്ച് കിട്ടുന്നില്ല. സമത് മെല്ലെ മൊബൈലെടുത്ത് അടഞ്ഞു കിടക്കുന്ന ചെറിയ കെട്ടിടത്തിൻ്റെ പുറത്തുകൂടെ ചുറ്റി നടന്നു. കെട്ടിടത്തിൻ്റെ പരിസരത്തൊന്നും അല്പം കൂടെ റേഞ്ച് കിട്ടുന്നില്ല. നിരാശയോടെ തിരിഞ്ഞു നടക്കുമ്പോഴാണ് കെട്ടിടത്തിൻ്റെ അകത്തു നിന്നും എന്തോ ശബ്ദം കേട്ടതുപോലെ സമതിന് തോന്നിയത്. പെട്ടെന്ന് സമത് നിന്നു. കാട് പിടിച്ച കെട്ടിടത്തിന് ചുറ്റും നടന്നു. ഒന്നും കേൾക്കുന്നില്ല. പിറകുഭാഗത്തുകൂടെയും പ്രവേശിക്കാൻ കഴിയുന്ന രീതിയിലാണ് കെട്ടിടത്തിൻ്റെ രൂപകൽപ്പന. മുൻവശം കാട് മൂടിയ രീതിയിലാണെങ്കിൽ പിറകുവശത്ത് കുറ്റിച്ചെടികൾക്കിടയിലൂടെ ഏതോ വണ്ടി കയറി ഇറങ്ങിയതിൻ്റെ പാടുകൾ കണ്ടു. സമതിൻ്റെ മനസ്സിൽ എന്തോ സംശയം വന്നു. അയാൾ അടഞ്ഞു കിടക്കുന്ന ഷട്ടർ വെറുതെ ഒന്ന് പൊക്കാൻ ശ്രമിച്ചു. അത് പക്ഷേ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് അയാൾ ആ ക്യാമറ കണ്ടത്. ഷട്ടറിൻ്റെ ഉള്ളിൽ മുകളിൽ തനിയെ കറങ്ങുന്ന ഒരു ചെറിയ ക്യാമറ. അയാൾ അരുണിനെ വിളിക്കാൻ തിരിഞ്ഞ നിമിഷം തന്നെ അരുണും മറ്റുള്ളവരും അങ്ങോട്ട് വന്നു. സമത വരെ ആ ക്യാമറ കാണിച്ചു. അരുൺ പരിസരം ഒന്ന് വീക്ഷിച്ചു. മുമ്പിൽ ടാർ ചെയ്ത റോഡും പിന്നിലൂടെ കോൺക്രീറ്റ് റോഡും ഉണ്ടെങ്കിലും ആൾക്കാരുടെ ശ്രദ്ധ പതിയാത്ത രൂപത്തിലാണ് കെട്ടിടം നിൽക്കുന്നത്. 4 ഭാഗത്തും പാഴ്മരങ്ങൾക്ക് മേലെ വള്ളികൾ പടർന്നു പന്തലിച്ച് നിൽക്കുന്നു. പിറകുവശത്തു മാത്രം വണ്ടി കയറി ഇറങ്ങിയ പാടുകൾ. കെട്ടിടം മുഴുവൻ ചുറ്റി നടന്നു നോക്കിയിട്ടും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് മതിൽക്കെട്ടിനോട് ചാരി ഒരു ചെറിയ വീട് അരുൺ കണ്ടത്. അയാൾ അവിടേക്ക് ചെന്ന് കോളിമ്പെല്ല് മുഴക്കി.
അകത്തേതോ ഗസലാണ് മുഴങ്ങിയത്. അല്പനേരം കഴിഞ്ഞാണ് വാതിൽ തുറന്നത്. വെളുത്ത് സുന്ദരനായ ഒരു യുവാവായിരുന്നു അത്. ആരാ? വളരെ മൃദുവായാണ് അയാൾ ചോദിച്ചത്. അരുൺ അയാളെ തന്നെ സൂക്ഷിച്ചു നോക്കി. മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ അരുണിനെ നോക്കി. ആ കെട്ടിടം ആരുടേതാണ്? ചോദ്യത്തിലെ ഭാവവും അയാളുടെ ഷൂവും കണ്ടപ്പോഴേ അരുൺ ഒരു പോലീസുകാരനാണെന്ന് അയാൾക്ക് മനസ്സിലായി. അപ്പോഴേക്കും ബാക്കി 3 പേരും അവിടെ എത്തി. അത് ആരുടെയാണെന്ന് എനിക്കറിയില്ല സാർ, പക്ഷേ അവിടെ ഒന്നും ഉള്ളതായി എനിക്കറിയില്ല. അരുൺ ഒന്ന് മൂളി. അവിടെ എന്തെങ്കിലും വണ്ടി വരാറുള്ളതായി അറിയാമോ? അറിയില്ല. പിന്നെ അയാൾ ഒരു രഹസ്യം പറയുന്നത് പോലെ സ്വരം താഴ്ത്തി. അവിടെ ഇടയ്ക്കിടെ ചില പിള്ളേര് വരാറുണ്ട്. കഞ്ചാവ് കേസാണ് സാറേ. പിന്നെ ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല. ഓക്കെ. അരുൺ അയാളുടെ കൈ പിടിച്ചു കുലുക്കി. വളരെ നന്ദി മിസ്റ്റർ സ്റ്റാൻലി എബ്രഹാം. താങ്ക്സ് സ്റ്റാൻലി. ഞാൻ അരുൺ, സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. നൈസ് ടു മീറ്റ് യു സാർ. സ്റ്റാൻലിയെ കൂടാതെ ആരാ പിന്നെ ഇവിടെ ഉള്ളത്? പപ്പയും മമ്മിയും ഉണ്ട് സാർ. അവർ ഇന്നലെ കോഴിക്കോട് പോയി. എൻ്റെ ഇച്ഛായൻ അവിടെയാണ് ജോലി ചെയ്യുന്നത്. ഇനി 10 നാൾ കഴിഞ്ഞേ വരൂ. ഏതോ ഒരു മനം പുരട്ടുന്ന രാസവസ്തുവിൻ്റെ മണം കിട്ടുന്നുണ്ടായിരുന്നു അരുണ്. എന്താ ചെയ്യുന്നത്? ഞാനൊരു ഗായകനാണ് സാർ. ഓക്കെ, താങ്ക്സ് സ്റ്റാൻലി. വീണ്ടും കാണാം. തിരിച്ചു നടക്കുമ്പോൾ അരുണിന് എന്തോ ഒരു ചേരായ്മ അനുഭവപ്പെട്ടു. ഒരു ഗായകൻ്റെ കൈയായിരുന്നില്ല അത്. സംഭാഷണവും പെരുമാറ്റവുമെല്ലാം ഒരു കലാകാരന് യോജിച്ചത് തന്നെ. പക്ഷേ കൈകൾ നല്ല കരുത്തുറ്റവയാണ്. പിന്നെ അയാളുടെ അടുത്ത് ചെല്ലുമ്പോഴുള്ള ഒരു മണം. എന്തായാലും അയാൾ പറഞ്ഞത് മുഴുവനും നുണയാണ്. കാരണം പ്രായമായവർ താമസിക്കുന്ന വീടിൻ്റെ ലക്ഷണമൊന്നും പുറത്തു കാണുന്നില്ല. അവരുടെ ജീപ്പ് വിട്ടുപോയതിനു ശേഷം സ്റ്റാൻലി മെല്ലെ വാതിൽ തുറന്നു നോക്കി. ബ്ലഡി ബിച്ച്. അയാളുടെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. ദേഷ്യത്തോടെ അയാൾ വാതിൽ ആഞ്ഞടച്ചു. പിന്നെ ബെഡ്റൂമിലെ ബാത്റൂമിൻ്റെ ഉള്ളിൽ സ്ഥാപിച്ച വലിയ കണ്ണാടി ഇളക്കി മാറ്റി അതിൻ്റെ ഉള്ളിലൂടെ അകത്തേക്ക് നടന്നു. ശേഷം നിലവറ പോലെ തോന്നിക്കുന്ന ഇരുട്ട് നിറഞ്ഞ ഭാഗത്തേക്ക് ഇറങ്ങി. തൊട്ടപ്പുറത്തുള്ള അടഞ്ഞു കിടക്കുന്ന കെട്ടിടത്തിൻ്റെ അണ്ടർഗ്രൗണ്ടായിരുന്നു അത്. അവിടെ കണ്ട കാഴ്ച കണ്ട അയാൾ ഞെട്ടി. നേരത്തെ മരുന്ന് കുത്തിവെച്ച 4 പേരും വായിൽ നിന്നും നുരയും പതയും ഒലിപ്പിച്ച് ചത്തു കിടക്കുന്നുണ്ടായിരുന്നു അവിടെ. ദേഹം മുഴുവനും നീലച്ചിരുന്നു. അയാൾക്ക് ലോകം മുഴുവനും നശിപ്പിക്കാനുള്ള ദേഷ്യം തോന്നി. കാരണം തൻ്റെ മരുന്ന് പരാജയപ്പെട്ടിരിക്കുന്നു. എന്താണോ താൻ ആഗ്രഹിച്ചത് അത് നടക്കാൻ പോകുന്നില്ല എന്ന അറിവ് അയാളെ കൂടുതൽ ദേഷ്യത്തിലാക്കി. അയാൾ മറ്റു മുറികളിലെല്ലാം ചെന്ന് നോക്കി. മരുന്നിൻ്റെ മയക്കത്തിലായിരുന്നു അവരെല്ലാം. രാത്രി 10 മണി. ഒരു വെളുത്ത കാറിൽ സ്റ്റാൻലി മെല്ലെ ടൗണിലേക്ക് ഇറങ്ങി. ഒന്ന് ചുറ്റിക്കറങ്ങണം. പിന്നെ പറ്റിയാൽ ഒരാളെ പൊക്കണം. പോലീസുകാർക്ക് എന്തോ സംശയങ്ങളുണ്ട്. ഇനി വച്ച് താമസിക്കുന്നത് ഒട്ടും ബുദ്ധിയല്ല. വളരെ സാവധാനം കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് പോവുകയായിരുന്നു സ്റ്റാൻലി. അപ്പോഴാണ് അയാൾ തൊട്ടു മുമ്പിലായി ചെക്കിങ് കണ്ടത്. ഒരു കോൺസ്റ്റബിൾ അയാൾക്ക് നേരെ കൈ കാണിച്ചു. പോലീസുകാർ ലൈസൻസ് വാങ്ങി പരിശോധിച്ചു. മുസാഫിർ ഇബ്രാഹിം. എങ്ങോട്ടാ ഈ രാത്രിയിൽ? ഞാൻ വെറുതെ ഫുഡ് കഴിക്കാൻ. പോലീസുകാർ ബാക്കി പേപ്പേഴ്സെല്ലാം നോക്കി അയാളെ പറഞ്ഞു വിട്ടു. തിരിച്ചു നടക്കുമ്പോൾ അയാൾ ക്രൂരമായി ചിരിക്കുന്നുണ്ടായിരുന്നു. ലോക സമസ്തോ സുഖിനോ ഭവന്തോ. ആരാണ് നീ? സ്റ്റാൻലിയോ മുസാഫിറോ? അതോ? അയാൾ സ്വയം ചിരിച്ചുകൊണ്ട് തന്നോട് തന്നെ ചോദിച്ചു. കുറച്ചുകൂടി മുൻപോട്ട് പോയി കാറ് റോഡിൻ്റെ വശം ചേർന്ന് നിർത്തി. അയാളുടെ കണ്ണുകൾ നടന്നു നീങ്ങുന്ന ഓരോ പെണ്ണുങ്ങളുടെയും അഴകളവുകൾ കോരി കുടിച്ചുകൊണ്ടേയിരുന്നു. ശ്രദ്ധിക്കണം. ആരോ അയാളുടെ ഉള്ളിലിരുന്ന് മന്ത്രിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. എന്തോ ഒരു മുന്നറിയിപ്പ്. ഒരു 1/2 കിലോമീറ്റർ ദൂരെ പോലീസുണ്ട്. തൻ്റെ തൊട്ടു മുമ്പിലെ ബേക്കറിയിലെ ക്യാമറ തൻ്റെ കാറിന് നേർക്കാണ്. തൻ്റെ ചലനങ്ങൾ ആരോ നിരീക്ഷിക്കുന്ന പോലെ. അത് ശരിയായിരുന്നു. അയാൾ മെല്ലെ പുറത്തിറങ്ങി ബേക്കറിയിലേക്ക് നടന്നു. ഒരു തണുത്ത വെള്ളക്കുപ്പി വാങ്ങി അയാൾ തിരിച്ച് കാറിൽ കയറി. ഐസ് പോലെ തണുത്ത ജലം. അയാൾ ബോട്ടിൽ മെല്ലെ ബനിയനെ അകത്തുകൂടെ വയറിൽ ചേർത്ത് വെച്ചു. തണുപ്പൊരു ലഹരി പോലെ അയാളുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങി. വണ്ടി പിന്നെയും അയാൾ മുന്നോട്ടെടുത്തു. അത് ചെന്ന് അവസാനിച്ചത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. വെറുതെ അയാൾ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരുന്നു. ചുവന്ന ചുരിദാറിട്ട് ഒരു പെൺകുട്ടി നടന്നു പോകുന്നത് അയാൾ കണ്ടു. അവളുടെ പിന്നാലെ പോയി വീതി കുറഞ്ഞ റോഡിൽ വെച്ച് അവളെ ബോധം കെടുത്തി വണ്ടിയിൽ കയറ്റുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. അപ്പോഴാണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെറുതെ കറങ്ങി നടക്കുന്ന ആളുകളെ അയാൾ കണ്ടത്. അവരുടെ ചലനങ്ങളിൽ നിന്നും അവർ മഫ്റ്റിയിലുള്ള പോലീസുകാരാണെന്ന് അയാൾക്ക് തോന്നി. അതിലൊരാൾ മൊബൈലിൽ സംസാരിക്കുന്ന പോലെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ അയാൾക്ക് ഒരു ആപത്ചങ്ക് ഉണർന്നു. അയാൾ മെല്ലെ കാറുമായി പുറത്തേക്കിറങ്ങി. പോകും വഴികളിലെല്ലാം മഫ്റ്റി പോലീസിന്റെ സാന്നിധ്യം അയാൾ തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത രീതിയിൽ ആയിരക്കണക്കിന് പുതിയ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാം താൻ ഒരാൾക്ക് വേണ്ടി. പക്ഷേ അവരൊന്നും അറിയാതെ താൻ ഇന്ന് ഒരാളെ പൊക്കിയിരിക്കും. അതിനുള്ള കഴിവ് തനിക്കുണ്ട്. ഇനി ഒരൊറ്റ ചാൻസ് മാത്രമേ ഉള്ളൂ. സ്വമനസാലെ ആരെങ്കിലും വന്ന് തൻ്റെ വണ്ടിയിൽ കയറണം. അങ്ങനെ ആരുണ്ട്? പെട്ടെന്നാണ് അയാൾക്ക് അക്കാര്യം ഓർമ്മ വന്നത്. ആളൊഴിഞ്ഞ പാലത്തിന് താഴെ രതി വ്യാപാരം നടത്തുന്ന സുന്ദരികൾ. ഇടപാടുകാർക്കൊപ്പം യാതൊരു ഭയവും കൂടാതെ കാര്യങ്ങൾ നടത്തുന്ന രതി റാണിമാർ. അതാരാണ് ആ പുതിയ ആള്? നിറയെ മുല്ലപ്പൂ ചൂടി സാരി ഉടുത്തു നിൽക്കുന്ന വെളുത്തു തുടുത്ത സുന്ദരിയെ നോക്കി മജീദ് ചോദിച്ചു. അവളുടെ മുഖം നിറയെ റോസ് പൗഡർ പൂശിയിരുന്നു.
ഒട്ടും ഉടയാത്ത വലിയ മാറിടം എടുത്തു കാണിക്കുന്ന രീതിയിലാണ് അവളുടെ സാരി ചുറ്റൽ. അവൾ മുഖത്തേക്ക് നോക്കിയ നിമിഷം മജീദ് അവളെ നോക്കി കണ്ണിറുക്കി. അവൾ അറിയാതെ എന്ന വണ്ണം അവനെ തന്നെ ഇടം കണ്ടിട്ട് നോക്കി. വനജ ദേഷ്യത്തോടെ മജീദിനെ നോക്കി. ഡാ മജീദേ, അത് മറ്റേ കേസാണടാ. ഏത് കേസ്? 9. ഇപ്പോൾ ഇവിടെ മാത്രം 10-100 ഇറങ്ങിയിട്ടുണ്ട്. ഉച്ചം കൊണ്ട് അവളുടെ മുഖം കൂടി. അറിയാത്ത പോലെ മജീദ് വീണ്ടും അവളെ നോക്കി. കണ്ടാൽ പെണ്ണല്ലെന്ന് ആരും പറയില്ല. എന്തൊരു ഷേപ്പ്! കൊള്ളാട്ടോ വനജയെ. വനജയ്ക്ക് ഒരു ചെറിയ ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു. ഇന്ന് ആരെയും കിട്ടാത്ത നിരാശയിൽ നിൽക്കുമ്പോഴാണ് മജീദ് വന്നത്. സാധാരണ രീതിയിൽ മജീദിനെ ആരും പരിഗണിക്കാറില്ല. കാരണം കാര്യം കഴിഞ്ഞാൽ കാട്ടുപോത്തിന്റെ സ്വഭാവമാണ് അവന്. ഇഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ പൈസ തരും, ഇല്ലേൽ വായിൽ തോന്നിയ തെറി വിളിച്ച് തോന്നിയ പോലെ പോയി കളയും. ഛേ, ഇങ്ങനൊരു വഷളൻ! വനജ മജീദിന്റെ കവിളിൽ നുള്ളി. വാ. ആരോ നിയന്ത്രിക്കുന്ന പോലെ മജീദ് വനജയുടെ പിന്നാലെ കുറ്റിക്കാട്ടിലേക്ക് നടന്നു. അപ്പോഴാണ് പാലത്തിന് താഴേക്ക് ഒരു കാർ മെല്ലെ ഒഴുകി വന്നത്. കാറിൽ നിന്നും ഇറങ്ങാതെ അയാൾ ചുറ്റും നോക്കി. 2-3 അവിടെ ഇവിടെ നിൽപ്പുണ്ട്. എല്ലാ മധ്യവയസ്കകളും തടിച്ചുകളും. അവരിങ്ങോട്ട് വരുന്നതിന് മുമ്പേ വണ്ടി എടുക്കാൻ നിൽക്കുമ്പോഴാണ് അയാൾ അവളെ കണ്ടത്. വെളുത്തു തുടുത്തൊരു യുവതി. അവൾ മനോഹരമായി അയാളെ നോക്കി പുഞ്ചിരിച്ചു. അയാൾക്കുള്ളിൽ ഒരു കോരിത്തെരിപ്പ് തോന്നി. ഇതാ തൻ്റെ ഇര. അവൾ ലാസ്യ നടനത്തോടെ അയാൾക്കരികിലെത്തി. അവളുടെ വലിയ ചുണ്ടുകളും മാറിടവും അയാളിൽ ആവേശം പരത്തി. കാശ് ആദ്യം തരണം. അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് 2000-ന്റെ 4 നോട്ട് അവൾക്ക് നേരെ നീട്ടി. അവൾ അത് വാങ്ങി നെഞ്ചിലേക്ക് തിരികെ. പിന്നെ സൈഡ് ഡോർ തുറന്ന് അകത്തേക്ക് കയറി. അർദ്ധനാരീശ്വരി. അയാളുടെ ചുണ്ടിൽ ഒരു പാട്ട് വന്നത് അയാൾ വിഴുങ്ങി. ഇത് തനിക്കൊരു പുതിയ അനുഭവമായിരിക്കും. ദൈവത്തിൻ്റെ മനോഹരമായൊരു സൃഷ്ടി. അയാൾ ഇടം കൈകൊണ്ട് അവളുടെ കവിളിൽ തലോടി. അവൾ കൈകളിൽ പിടിച്ച് ഗാഢമായി ചുംബിച്ചു. അയാളുടെ വികാരങ്ങളെ ഇളക്കി മറിക്കാൻ മാത്രം ശക്തമായിരുന്നു അത്. അവൾ മൊബൈലെടുത്ത് ആരോടോ ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അരുണിനോടായിരുന്നു അത്. ഇൻസ്പെക്ടർ സജിയായിരുന്നു അത്. സജി പണ്ടൊരു നാടക നടനായിരുന്നു. പെൺവേഷമായിരുന്നു അയാളുടെ സ്ഥിരം നമ്പർ. അരുണിൻ്റെ നിർദ്ദേശപ്രകാരം 20ഓളം പോലീസുകാർ പെൺവേഷം കെട്ടി നഗരത്തിൽ നിൽക്കുന്നുണ്ട്. അതുകൂടാതെ നഗരത്തിലെ എല്ലാ കൊള്ളാവുന്ന കോൾ ഗേൾസിനും അരുണിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. തങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ ഇതല്ലെന്ന് സജിക്ക് മനസ്സിലായി. കാരണം തന്നെ തേടി വന്ന ആൾ കാമമൂത്ത ഏതൊരു മാന്യനാണ്. ഇനി ഇയാളോട് കാര്യങ്ങൾ പറഞ്ഞിറങ്ങാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. അരുണുമായി നടത്തി വന്ന ചാറ്റ് അവസാനിപ്പിച്ച് സജി അയാളെ നോക്കി. നല്ല മൊബൈലല്ലേ? അയാൾ അവളുടെ കയ്യിൽ നിന്നും മൊബൈൽ വാങ്ങി. പിന്നെ വളരെ നിസ്സാരമായി ഗ്ലാസിനുള്ളിലൂടെ പുറത്തേക്ക് എറിഞ്ഞു. ഞെട്ടിപ്പോയിരുന്നു സജി. ഏറ്റവും പുതിയ ആപ്പിളിൻ്റെ ഫോണാണത്. എന്തോ പറയാൻ വന്ന സജിയുടെ മുഖത്തേക്ക് ക്രൂരമായി നോക്കി അയാൾ. പോലീസുകാരൻ പെൺവേഷം കെട്ടിയാൽ തിരിച്ചറിയാനാവാത്ത വിഡ്ഢിയാണ് ഞാനെന്ന് കരുതിയോ സാറേ? ഒരു തരിപ്പ് നട്ടലിനുള്ളിലൂടെ പാഞ്ഞു കയറുന്ന പോലെ സജിക്ക് തോന്നി. ഒരു നടുക്കം നെഞ്ചു പിളർത്തിപ്പോയതുപോലെ. അയാൾ ഒരു സ്പ്രേ എടുത്ത് സജിയുടെ മുഖത്തേക്ക് അടിച്ചു. സാവധാനം സജിയുടെ ബോധം നശിച്ചു. അയാൾ വളരെ മനോഹരമായി പുഞ്ചിരിച്ച് ഏതോ ഒരു ഗസൽ മൂടി. പിന്നെ വണ്ടി തൻ്റെ സങ്കേതം ലക്ഷ്യമാക്കി കുതിച്ചു. സജിയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അരുൺ. ഫോൺ സ്വിച്ച് ഓഫാണ്. അരുണിനെന്തോ ഒരു ചെറിയ ഭീതി അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. സജിയുടെ ലൊക്കേഷൻ കിട്ടുന്നില്ല. മൊബൈൽ സ്വിച്ച് ഓഫാണ്. അപ്പോഴാണ് അരുണിന് സജിയുടെ മാലയിലെ ലോക്കറ്റിനെ കുറിച്ച് ഓർമ്മ വന്നത്. ലോക്കറ്റിൽ പിടിപ്പിച്ച സെൻസർ ട്രേസ് ചെയ്യാൻ കഴിയുന്നതാണ്. അരുൺ അത് പറഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിൽ മൊബൈൽ ശബ്ദിച്ചു. സാർ, അയാൾ സജിയുമായി നീങ്ങുന്നത് നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമാണ്. അരുൺ ഉടനെ തൻ്റെ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. അരുണിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു അത്. ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ കഴിയുന്ന സെൻസറുകൾ ഒരു മുൻകരുതൽ എന്ന നിലയിൽ അരുൺ സംഘടിപ്പിച്ചിരുന്നു. പോലീസ് നിയോഗിച്ച ആരെയെങ്കിലും അയാൾ പിടിച്ചുകൊണ്ടുപോയാൽ ലൊക്കേഷൻ പിന്തുടർന്ന അയാളെ വലയിൽ വീഴ്ത്താനായിരുന്നു അത്. മറ്റു പോലീസുകാരറിയാതെ അങ്ങനെ പല മുൻകരുതലുകളും അരുണും സംഘവും എടുത്തിരുന്നു. പോകുന്നതിൻ്റെ ഇടയിൽ തന്നെ അരുൺ സമദ്, നെൽസൺ, വിനോദ് എന്നിവരെ വിളിച്ച് ലൊക്കേഷൻ കൈമാറിക്കൊണ്ടേയിരുന്നു. അപ്പോഴാണ് അരുണിൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നത്. വാട്സപ്പ് തുറന്ന് ഫോട്ടോസ് അരുൺ നോക്കി. പെൺവേഷം കെട്ടിയ സജിയുടെ കൂടെ കാറിൽ ആരോ ഇരിക്കുന്ന CCTV പിക്ചറായിരുന്നു അത്. ഫോട്ടോയിൽ അവ്യക്തമായ രൂപത്തിലേക്ക് അരുൺ സംശയത്തോടെ നോക്കി. അത് അയാളാണെന്ന് അരുണിന് തോന്നി. സ്റ്റാൻലി എബ്രഹാം. കാട് മൂടിയ ഒഴിഞ്ഞ കെട്ടിടത്തിൻ്റെ അടുത്ത് താമസിക്കുന്ന ആ സുന്ദരനായ ദുരൂഹത നിറഞ്ഞ ഗായകൻ. അരുണിൻ്റെ മനസ്സിൽ 1000 വികാരവിചാരങ്ങൾ തെളിഞ്ഞു വന്നു. അയാൾ ഉടനെ സ്റ്റാൻലിയുടെ വീട് ലക്ഷ്യമാക്കി അതിവേഗം കുതിച്ചു. അവസാനം വിവരം ലഭിച്ചത് പ്രകാരം സ്റ്റാൻലിയുടെ വീടിൻ്റെ അടുത്തായാണ് സജിയുടെ ലോക്കറ്റിലെ സെൻസർ ലൊക്കേഷൻ കാണിക്കുന്നത്. അരുൺ മറ്റുള്ളവർക്ക് ഉടനെ വിവരങ്ങൾ കൈമാറി. എല്ലാവരും അതിവേഗം ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു. അരുൺ തൻ്റെ റിവോൾവർ എടുത്തിട്ടില്ലേ എന്ന് ഒന്നുകൂടെ പരിശോധിച്ചു. അയാളുടെ ഉള്ളിൽ എന്തെന്നറിയാത്ത ഒരു ഭീതി വളരാൻ തുടങ്ങിയിരുന്നു. ഒപ്പം ഹൃദയം വളരെ വേഗം ഇടിക്കാനും തുടങ്ങി. സജിയെ തൻ്റെ സങ്കേതത്തിൽ എത്തിച്ചിരുന്നു അപ്പോഴേക്കും അയാൾ. സജിയുടെ മയക്കം വിട്ട് തുടങ്ങിയിരുന്നു അപ്പോൾ. അയാൾ സജിയെ തന്നെ സൂക്ഷിച്ചു നോക്കി. സജിയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു നാരി സങ്കല്പമുണ്ടെന്ന് അയാൾക്ക് തോന്നി. കണ്ണു തുറന്ന് സജി ചുറ്റും നോക്കി. വെറും തറയിൽ കിടക്കുകയാണ് താൻ.
ഒരു കസാരയിൽ അയാൾ തന്നെ നോക്കി നിൽക്കുന്നത് സജി കണ്ടു. സജി പിടഞ്ഞെഴുന്നേറ്റ് അയാളെ തറപ്പിച്ചു നോക്കി. ആരാണ് നീ? അയാൾ എണീറ്റു. മനോഹരമായ ഗസലിന്റെ ഈരടികൾ അയാൾ മെല്ലെ മൂളിക്കൊണ്ടേയിരുന്നു. മനോഹരമായി ഗസൽ മൂളി. അതിലും മനോഹരമായി പുഞ്ചിരിച്ച് അയാൾ സജിയെ നോക്കി. പതിയെ അയാളുടെ ഈരടികൾ മാറി. ഒരു നർത്തകനെ പോലെ അയാളുടെ കൈകളിലും കാലുകളിലും നടന വൈഭവം തെളിഞ്ഞു. അയാളുടെ നൃത്തച്ചുവടുകൾ ഏതൊരു നർത്തകനേക്കാളും മനോഹരമായിരുന്നു. അയാൾ മെല്ലെ സജിക്ക് നേരെ കൈകൾ നീട്ടി. പ്രണയപരവശനായ നായകനെ പോലെയോ വിരഹം കണ്ണുകളിൽ തുളുമ്പിയ കാമുകനെ പോലെയൊക്കെയായി പരകായ പ്രവേശം നടത്തുന്ന അയാൾ സജിയുടെ കണ്ണുകളിൽ അത്ഭുതത്തിന്റെ ആരവങ്ങൾ മുഴക്കാൻ തുടങ്ങി. അറിയാതെ സജിയുടെ മനസ്സിൽ ചിലങ്കയുടെ നാദം മുഴങ്ങി. അയാളോട് ചേർന്ന് എല്ലാം മറന്ന് നർത്തമാടാൻ സജിയുടെ ഉള്ളു കുതിച്ചു. അപ്പോഴാണ് ആരോ അകത്തെ റൂമിലെ വാതിൽ തള്ളി തുറക്കാൻ നോക്കുന്നത് പോലെ സജിക്ക് തോന്നിയത്. സജി അറിയാതെ അയാളെ നോക്കി. പൊടുന്നനെ അയാളുടെ നൃത്തച്ചുവടുകൾ നിലച്ചു. ലാസ്യഭാവം മറഞ്ഞ് മിഴികളിൽ രൗദ്രം നിഴലിച്ചു. അയാൾ ഉടനെ വാതിൽ വലിച്ചു തുറന്നു. അകത്തു നിന്നും സുന്ദരിയായ ഒരു യുവതിയാണ് കടന്നു വന്നത്. കാലുകൾ നിലത്തുറയ്ക്കാതെ അവൾ പതറി അവരെ നോക്കി. അയാളുടെ മിഴികളൊന്ന് വെട്ടി. കൃഷ്ണമണികളൊന്ന് മലക്കം മറിഞ്ഞു. പോക്കറ്റിൽ നിന്നും ഒരു ബ്ലേഡ് എടുത്ത് അയാൾ ഒന്ന് വരഞ്ഞു. അവളുടെ കഴുത്തിൽ നിന്നും ഒരു നേർത്ത വര. മെല്ലെ രക്തം ഒലിപ്പിച്ചു തുടങ്ങി. അവൾ മെല്ലെ തളർന്നു വീണു. അയാൾ മെല്ലെ തിരിഞ്ഞ് സജിയുടെ മുഖത്തേക്ക് നോക്കി. സജിയുടെ കണ്ണുകളിലെ ഭയം അയാൾ ആസ്വദിക്കാൻ തുടങ്ങിയിരുന്നു. അയാളുടെ കണ്ണുകളിൽ ശോകം വരാൻ തുടങ്ങി. അയാളുടെ നിമിഷം പ്രതിയുള്ള വേഷപ്പകർച്ച കാണുകയായിരുന്നു സജി. അയാളുടെ നെഞ്ച് പടപട ഇടിക്കാൻ തുടങ്ങി. ദേഹം മുഴുവനും മെല്ലെ വിയർപ്പ് പൊടിയാൻ തുടങ്ങി. പെട്ടെന്ന് റൂമിനകത്തെ ഒരു ചെറിയ ചുവന്ന ലൈറ്റ് മിന്നിക്കത്താൻ തുടങ്ങി. സജി ആ വെളിച്ചം കണ്ട് അമരുന്നു. സജി അയാളെ നോക്കി. അയാൾ പെട്ടെന്ന് ചുമരിലുള്ള സ്വിച്ച് അമർത്തി. പെട്ടെന്ന് ചുമരിന്റെ ഉള്ളിൽ നിന്നും ഒരു മോണിറ്റർ പുറത്തേക്ക് തള്ളി വന്നു. അങ്ങനെ ഒരു സെറ്റപ്പ് അവിടെ ഉള്ളതുപോലെ ഒരിക്കലും തോന്നിയിരുന്നില്ല. അതിൽ പുറത്തു ഘടിപ്പിച്ച ക്യാമറയിലെ ദൃശ്യങ്ങൾ തെളിയാൻ തുടങ്ങി. ആദ്യം ഒരാൾ, പിന്നെ മറ്റൊരാൾ, അങ്ങനെ 4 പേരെ ആ ക്യാമറയിൽ കണ്ടു അയാൾ. സജിക്ക് ചെറിയ തണുപ്പ് വന്നതുപോലെ തോന്നി. അരുണിനെയും സംഘത്തെയും അയാൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സജി മോണിറ്ററിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് തൻ്റെ തോളിൽ ഒരു ഉറുമ്പ് കടിക്കുന്നത് പോലെ തോന്നിയത്. ഒരു സിറിഞ്ചായിരുന്നു അത്. നിമിഷ നേരം കൊണ്ട് അതിലെ മരുന്ന് സജിയുടെ ദേഹത്ത് കയറി. കൈകാലുകൾ കോച്ച് വലിച്ചുകൊണ്ട് അയാൾ നിലത്ത് വീണ് പിടഞ്ഞു. പതിയെ നിശ്ചലനായി. ശ്രദ്ധിക്കണം, നമ്മൾ ഇതുവരെ നേരിടാത്ത തരം അപകടം നിറഞ്ഞ ദൗത്യമാണ് നമ്മളുടെ മുമ്പിൽ. എതിരാളി എന്താണ് ലക്ഷ്യം വയ്ക്കുന്നതെന്നോ അയാളുടെ കയ്യിൽ എന്തൊക്കെ ആയുധങ്ങളുണ്ടെന്നോ നമുക്കറിയില്ല. അതുമാത്രമല്ല, എന്തൊക്കെ അപകടങ്ങളാണ് അയാൾ നമുക്കായി കരുതി വെച്ചതെന്ന് നമുക്കറിയില്ല. എന്തും സംഭവിക്കാം. ബി കെയർഫുൾ. അരുണിൻ്റെ സംസാരം ഉൾക്കൊണ്ടതുപോലെ ബാക്കി 3 പേരും തല ഉലുക്കി. 4 പേരുടെയും കയ്യിൽ ഫുൾ ലോഡ് ചെയ്ത റിവോൾവർ ഉണ്ടായിരുന്നു. അതും കൂടാതെ അവർ മാസ്ക് ധരിച്ചിരുന്നു. പെട്ടെന്ന് രാസവസ്തുക്കൾ മുഖത്തേക്ക് അടിക്കാതിരിക്കാനായിരുന്നു അത്. അടഞ്ഞു കിടന്ന ഗോഡൌണിൻ്റെ പൂട്ട് പൊളിച്ച് അവർ പരിശോധന നടത്തി. അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ തറയുടെ അസാധാരണമായ മുഴക്കം അതിന് താഴെ ശൂന്യമാണെന്ന് മനസ്സിലാക്കാൻ അരുണിന് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അരുൺ ചുറ്റും നോക്കി. പൊന്തക്കാട്ടിനുള്ളിൽ ഒരു കാറ് കിടപ്പുണ്ടായിരുന്നു. അരുൺ മെല്ലെ ബോണറ്റിൽ തൊട്ടു നോക്കി. ഒരു ഇളം ചൂട് തോന്നി അരുൺ കൈ പിൻവലിച്ചു. ഇവിടെ എവിടെയോ അവനുണ്ട്, ഒരുപക്ഷെ ഇതിന് താഴെ. ഗോഡൌണിന് നേരെ ചൂണ്ടി അരുൺ പറഞ്ഞു. അപ്പോഴേക്കും വിനോദും സമതും സ്റ്റാൻലിയുടെ വീടിൻ്റെ വാതിൽക്കലെത്തിയിരുന്നു. സമത് മെല്ലെ കോളിമ്പെല്ലമർത്തി. അല്പനേരം കഴിഞ്ഞാണ് വാതിൽ തുറന്നത്. അയഞ്ഞ കോട്ടൺ പാൻറ്റും ദേഹത്തോട് ഒട്ടി നിൽക്കുന്ന ടീഷർട്ടുമായിരുന്നു സ്റ്റാൻലിയുടെ വേഷം. അനുസരണയില്ലാത്ത മിനുസമാർന്ന തലമുടി ഒരു വശത്തേക്ക് കോതി ഒതുക്കിക്കൊണ്ട് അയാൾ മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് സമതിനെ നോക്കി. എന്താ സാറേ പ്രശ്നം? ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. സ്റ്റാൻലി സമതിൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. ചവിട്ട് കിട്ടിയ മൂർഖമ്പാമ്പ് കൊത്താൻ നിൽക്കുന്ന പോലെയായിരുന്നു അത്. വാറണ്ടുണ്ടോ? സമത് സ്റ്റാൻലിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. പിന്നെ മെല്ലെ അകത്തേക്ക് ഇരച്ചു കയറി. അപ്പോഴേക്കും അരുണും നെൽസനും പിന്നാലെ എത്തി. എത്ര തിരഞ്ഞിട്ടും സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. സമത് മെല്ലെ സ്റ്റാൻലിയുടെ അടുത്ത് ചെന്നു. സമതിൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി സ്റ്റാൻലി. അയാളുടെ വലത്തെ കൈ ചുരുട്ടി പിടിച്ചിരുന്നു. അരുൺ ബാത്റൂം പരിശോധിക്കുകയായിരുന്നു. വലിയ കണ്ണാടിയിലെ പ്രതിബിംബത്തിലേക്ക് അയാൾ സൂക്ഷിച്ചു നോക്കി. കണ്ണാടിയുടെ പിന്നിൽ എന്തോ പ്രത്യേകത ഉള്ളതുപോലെ തോന്നി. അയാളത് പരിശോധിച്ചു. അത് ഇളക്കി മാറ്റാൻ കഴിയുമെന്ന് അരുണിന് തോന്നി. സമതും നെൽസനും വിനോദും കൂടെ സ്റ്റാൻലിയുടെ കൈകൾ രണ്ടും പിന്നിലേക്ക് ചേർത്ത് കെട്ടിയിരുന്നു. അയാൾ ഒട്ടും എതിർപ്പ് കാണിക്കാതെ അവരോട് സഹകരിച്ചുകൊണ്ടേയിരുന്നു. സമതിന് അയാളുടെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേട് മണക്കുന്നുണ്ടായിരുന്നു. ഇവരെ സൂക്ഷിക്കണം. സമതിൻ്റെ പോലീസ് ബുദ്ധി അയാളോട് മന്ത്രിച്ചു. അപ്പോഴേക്കും അരുൺ കണ്ണാടി എടുത്ത് മാറ്റിയിരുന്നു. കണ്ണാടിക്ക് പിന്നിലെ വാതിൽ കണ്ട് അരുൺ അമ്പരന്നു. അയാൾ അത് തള്ളി നീക്കി. വാതിൽ പതിയെ തുറന്നു വന്നു. അകത്ത് നല്ല ഇരുട്ടായിരുന്നു. അഴിച്ചുവെച്ച മാസ്ക് എടുത്ത് അരുൺ മുഖത്ത് ധരിച്ചു. അകത്ത് നിന്നും എന്തോ മനം പുരട്ടുന്ന മണം വരുന്നുണ്ടായിരുന്നു. അരുൺ അകത്തേക്ക് മെല്ലെ ടോർച്ച് തെളിയിച്ചു നോക്കി. ആദ്യത്തെ മുറി ശൂന്യമായിരുന്നു. അപ്പോഴേക്കും സ്റ്റാൻലിയെ പിടിച്ചു കെട്ടിയ നിലയിൽ 3 പേരും അവിടെ എത്തി. പതിയിരിക്കുന്ന അപകടമറിയാതെ ഓരോരുത്തരായി ഇരുട്ടുമുറിയുടെ അകത്തേക്ക് കയറി. സ്റ്റാൻലിയുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു.
അരുൺ തൻ്റെ കയ്യിലുള്ള ചെറിയ ടോർച്ച് തെളിയിച്ച് സ്വിച്ച് കണ്ടുപിടിച്ചു. റൂമിനുള്ളിൽ വെളിച്ചം തെളിഞ്ഞു. അകത്തേക്ക് പോകുന്ന 2 വാതിലുകൾ പൂട്ടിയിട്ടിരിക്കുന്നതല്ലാതെ ആ റൂമിൻ്റെ ഉള്ളിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. റൂമിൽ ഇടയ്ക്കിടെ രക്തത്തുള്ളികൾ. അരുണും വിനോദും നെൽസണും സമതും സ്റ്റാൻലിയെ നോക്കി. അയാൾ നിർവികാരനായി നിൽക്കുന്നു. പെട്ടെന്ന് അരുണിൻ്റെ തലയിലേക്ക് എന്തോ ഇറ്റു വീഴുന്നത് പോലെ അയാൾക്ക് തോന്നി. മുകളിലേക്ക് നോക്കി അരുണിന് ശ്വാസം വിലങ്ങുന്ന പോലെ തോന്നി. റൂമിലെ ഹുക്കിൽ തൂക്കിയിട്ടൊരു മനുഷ്യൻ്റെ ശിരസ്. ഇടയ്ക്കിടെ അതിൽ നിന്നും ചോരത്തുള്ളികൾ തുള്ളിയായി തറയിലേക്ക് വീഴുന്നു. അതിനടുത്ത് 8-10 ഹുക്കുകളിലായി തൂങ്ങിയാടുന്ന കൈകാലുകൾ കഷ്ണങ്ങളായി വെട്ടിമുറിക്കപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവരും ആ രംഗം കണ്ട് ചോര മരവിച്ചിരുന്നു പോയി. പെട്ടെന്നാണ് അകത്തെ വാതിലിൽ ഒന്നിൽ അതിശക്തമായ മുട്ടുകേട്ടത്. സമത് റിവോൾവർ ഉപയോഗിച്ച് പൂട്ടുപൊളിച്ച് വാതിൽ തുറന്നു. തുറന്നതും ഒരാൾ പുറത്തേക്ക് ചാടി. അത് സജിയായിരുന്നു. അയാളുടെ കവിളുകളിൽ നീല നിറം പടർന്നിരുന്നു. സജി! അരുൺ ഉറക്കെ അയാളെ വിളിച്ചു. പക്ഷേ സജി ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അയാളുടെ കൃഷ്ണമണികൾ വിളറി വെളുത്തിരുന്നു. അസ്വാഭാവികമായ ചലനങ്ങളോടെ അയാൾ അരുണിനെ നോക്കി. സജിയുടെ കണ്ണുകളിൽ പെട്ടെന്നാണ് ചുവപ്പ് രാശി പടർന്നത്. അയാൾ അലറിക്കൊണ്ട് അരുണിന്റെ നേരെ കുതിച്ചു. ഏറെ നാളായി വിശന്ന് വശം കെട്ട ഒരു ചെന്നായ ഒരു ആട്ടിൻകുട്ടിയുടെ മേൽ ചാടി വീഴുന്ന പോലെയായിരുന്നു അത്. സജി തൊട്ടടുത്ത് എത്തുന്നതിനു മുമ്പ് അരുൺ അതിവേഗം മാറിക്കളഞ്ഞു. ബാലൻസ് തെറ്റിയ സജി കമിഴ്ന്നടിച്ച് തറയിൽ വീണു. തറയിലെ ചോരത്തുള്ളികൾ കണ്ട് അയാൾ ചുവന്ന നാവ് കൊണ്ട് അത് നക്കിയെടുക്കാൻ തുടങ്ങി. പിന്നെ അതിവേഗം എഴുന്നേറ്റ് സമതിന്റെ നേരെ നീങ്ങി. സമതിന്റെ കഴുത്ത് കടിച്ചു മുറിക്കാൻ എന്ന വണ്ണമായിരുന്നു സജിയുടെ വരവ്. സമത് ചൂവിട്ട കാലുയർത്തി സജിയുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. കനത്ത ചവിട്ടേറ്റ് സജി വീണ്ടും നിലത്തേക്ക് തെറിച്ചു വീണു. മൈ മെഡിസിൻ ഈസ് സക്സസ്. ക്രൂരമായ ആഹ്ലാദത്തോടെ സ്റ്റാൻലി മുരണ്ടു. സജിയുടെ മേൽ പ്രയോഗിച്ച വൈറസ് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. സജിയുടെ കണ്ണിൽ നിന്നും ചോര ഒലിക്കാൻ തുടങ്ങിയിരുന്നു. ചുവന്ന നാവ് പുറത്തേക്ക് നീട്ടി കണ്ണുകൾ തുറപ്പിച്ച് ഒരു വല്ലാത്ത അംഗവിക്ഷേപങ്ങളോടെ അയാൾ അവരെ നോക്കി. അപ്പോഴാണ് അയാൾ മുകളിലെ ചോര ഉറ്റി വീഴുന്ന തല കണ്ടത്. ഒരു നിമിഷം ഒരു കൂറ്റം കടവാവൽ ചിറകടിക്കുന്നത് പോലെ ഒരൊറ്റ കുതിപ്പായിരുന്നു സജി. പിന്നെ ആ തല വലിച്ചു പറിച്ച് നിലത്തേക്ക് പൂച്ച വീഴുമ്പോൾ ഒരു പതുങ്ങൽ. തലയുടെ അകത്തേക്ക് കൈ കയറ്റി തൂങ്ങി നിൽക്കുന്ന ഇറച്ചി കഷ്ണം കടിച്ചു പറിച്ചു അയാൾ. അരുണും സംഘവും നടുങ്ങിപ്പോയിരുന്നു. സ്റ്റാൻലിയുടെ മുഖം ആത്മഹർഷത്താൽ തിളങ്ങി. അയാൾ സജിയുടെ പരാക്രമം ആസ്വദിക്കുകയായിരുന്നു. അയാൾ മെല്ലെ സജിയുടെ അടുത്തെത്തി. ആൾപെരുമാറ്റം തിരിച്ചറിഞ്ഞെന്ന പോലെ സജി മുഖമുയർത്തി. സജിയുടെ മുഖം ഭീവത്സമായി മാറാൻ തുടങ്ങിയിരുന്നു. വലിയ ശബ്ദത്തിൽ അയാൾ ഛർദ്ദിച്ചു. ചുവന്ന രക്തത്തിൽ കൂടെ പച്ച ഇറച്ചിയും പുറത്തേക്ക് വന്നു. ഛർദ്ദിച്ചൊടുവിൽ അയാൾ കുഴഞ്ഞു വീണു. ഒരാൾ വീണല്ലേ? പരിഹാസത്തോടെ സ്റ്റാൻലി പറഞ്ഞു. കൊടും പക നിറഞ്ഞ ചോദ്യമായിരുന്നു അത്. അത് കേട്ട നെൽസൺ കലിപ്പോടെ അയാളെ നോക്കി. പിന്നെ ഇരുമ്പ് പോലെയുള്ള കൈ ചുരുട്ടി ഒരൊറ്റ ഇടിയായിരുന്നു അയാളുടെ മുഖത്ത്. ഒന്ന് അലറിക്കൊണ്ട് അയാൾ മറിഞ്ഞു വീണു. പിന്നെ ശരീരം വളച്ച് കൈകാലുകൾ താഴെ കൂടെ വളച്ചെടുത്തു. എന്താണെന്ന് മനസ്സിലാകുന്നതിന് മുമ്പേ അയാൾ പല്ലുകൊണ്ട് കയ്യിൽ കെട്ടിയ കയർ അഴിച്ച് സ്വതന്ത്രനായി. വീണ്ടും ഇടിക്കാനാഞ്ഞ നെൽസന്റെ വലത്തെ കവളിൽ ഒരു ഉൽക്ക പോലെ സ്റ്റാൻലിയുടെ കാല ആഞ്ഞടിച്ചു. നെൽസൺ തെറിച്ച് ചുമരിൽ ഇടിച്ചു വീണു. പിന്നെ അയാൾ ഒന്ന് തിരിഞ്ഞ് വിനോദിനെ ചവിട്ടിത്തെറിപ്പിച്ചു. അപ്പോഴാണ് ചുമരിൽ അകത്തു നിന്നും എന്തോ ഇടിക്കുന്ന പോലെ അവർക്ക് തോന്നിയത്. എന്താണെന്ന് മനസ്സിലാകുന്നതിന് മുമ്പേ ചുമരിൻ്റെ ഒരു ഭാഗം പൊളിച്ചുകൊണ്ട് ഒരു കറുത്ത ഇരുമ്പുകോളം അവരുടെ മുൻപിലേക്ക് ഉരുണ്ടുവന്നു. റൂമിൻ്റെ ഒറ്റ മധ്യത്തിലെത്തി അത് നിന്നു. അരുൺ സ്റ്റാൻലിയെ നോക്കി. അയാളുടെ അപ്പോഴത്തെ ഭാവം എന്താണെന്ന് അരുണിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഗോളത്തിൻ്റെ കൃത്യം പകുതിയിലുള്ള വിടവിലൂടെ ഒരു ചെറിയ പുക ഉയരാൻ തുടങ്ങി. അരുണും സംഘവും പെട്ടെന്ന് മാസ്ക് ശരിയായി ഇട്ടു. സാവധാനം പകുതി ഭാഗം 4 താഴേക്ക് താഴ്ന്നു. സ്റ്റാൻലി അപ്പോഴേക്കും തറയിലേക്ക് കമിഴ്ന്നു കിടന്നിരുന്നു. അയാളെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു 4 പേരും. ഗോളത്തിൻ്റെ പകുതി ഭാഗം നിറയെ മരുന്ന് നിറച്ച സിറിഞ്ചുകൾ അവർ കണ്ടു. അവർ 4 പേരും പെട്ടെന്ന് തന്നെ തറയിലേക്ക് കിടന്നു. അതേ നിമിഷം തന്നെ ഒരു വലിയ ശബ്ദത്തോടെ സിറിഞ്ചുകൾ 4 ഭാഗത്തേക്കും തെറിച്ചു. പുറത്ത് തട്ടിയില്ല എന്ന മട്ടിൽ അതെല്ലാം ചുമരിൽ ചെന്ന് തറച്ചു. റൂം മുഴുവനും പുക നിറഞ്ഞു. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നു. ദേഹം മൊത്തം നീറുന്നു. ആരൊക്കെയോ എങ്ങോട്ടോ ഓടി മാറുന്ന പോലെ. 5 മിനിറ്റ് കഴിഞ്ഞു എല്ലാം ഒന്ന് നേരെയാവാൻ. അരുൺ നോക്കുമ്പോൾ സ്റ്റാൻലി അവിടെ ഉണ്ടായിരുന്നില്ല. നെൽസണും സമതും ബോധം കെട്ട് നിലത്ത് കിടപ്പുണ്ട്. വിനോദിനെ കാണാനില്ല. അരുണിൻ്റെ നെഞ്ചിലൂടെ ഒരു ഇടിവാൾ മിന്നി. അകത്തെ റൂമിൽ നിന്നും വലിയ ബഹളം കേൾക്കുന്നുണ്ട്. അരുൺ വേഗം പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ കുപ്പിയെടുത്ത് അതിലെ വെള്ളം അവരുടെ മുഖത്ത് തെളിയിച്ചു. 2 പേരും മയക്കം വിട്ട് ഉണർന്ന ഉടനെ 3 പേരും കൂടെ ശബ്ദം കേൾക്കുന്ന റൂമിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കിടന്നു. അത് വലിയൊരു റൂമായിരുന്നു. പക്ഷെ ഗന്ധമായിരുന്നു അവിടെ. ഒത്ത നടക്ക് വിനോദിനെ കിടത്തിയിട്ടുണ്ടായിരുന്നു. അരുൺ സാവധാനം അയാളുടെ അടുത്തേക്ക് ചെന്നു. നിറച്ച റിവോൾവർ അയാളുടെ കയ്യിലുണ്ടായിരുന്നു. ജന്മസിദ്ധമായ കഴിവുകൊണ്ട് എന്തോ ഒരു അപകടം അയാൾ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അരുൺ വിനോദിൻ്റെ അടുത്തെത്തിയ അതേ നിമിഷം തന്നെ തറയിൽ ഒരു വലിയ സോ ബ്ലേഡ് ഉയർന്നു വലിയ ശബ്ദത്തോടെ കറങ്ങി വിനോദിൻ്റെ നേരെ നീങ്ങി. അരുൺ വിനോദിൻ്റെ കാലിൽ പിടിച്ചു വലിച്ചു. വശത്തേക്ക് നീക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. അതിനു മുമ്പ് വലിയ ബ്ലേഡ് വിനോദിൻ്റെ ശരീരം മുറിച്ച് കടന്നുപോയി. ഒരു വലിയ നിലവിളിയോടെ വിനോദ് ബോധശൂന്യനായി. മുറിഞ്ഞു മാറിയ 2 പാളികൾ കുറേ സമയം ചോര ചീറ്റി പുളഞ്ഞുകൊണ്ടേയിരുന്നു. അരുണാകെ ചോരയിൽ കുളിച്ചു കഴിഞ്ഞിരുന്നു.
നെൽസണും സമതും ആകെ പരിഭ്രാന്തരായി ബഹളം വെച്ച് തലങ്ങും വിലങ്ങും വെടിയുതിർത്തു. കുറേ സമയം കഴിഞ്ഞു അവരാ നടുക്കത്തിൽ നിന്നും മോചിതരാവാൻ. ആകെ തളർന്നു പോയിരുന്നു അവർ. അകത്തെ മുറിയിലെ മോണിറ്ററിൽ എല്ലാം കണ്ടുകൊണ്ടിരുന്ന സ്റ്റാൻലി ഒരു ചെറിയ മൈക്കോണാക്കി ഒരു ഗസൽ മൂളാൻ തുടങ്ങി. മരണത്തെ സ്വാഗതം ചെയ്യുന്ന ഒരു ഉറുദു ഗസലായിരുന്നു അത്. മനോഹരമായ ശബ്ദത്തോടെ ആ ഗസൽ ഒരു തീക്കാറ്റ് പോലെ അരുണിൻ്റെ ചെവിയിലേക്ക് പാഞ്ഞു കയറി. ബ്ലഡി ബിച്ച്, ധൈര്യമുണ്ടെങ്കിൽ നേർക്ക് നേരെ വാ പന്നി. ദേഷ്യം കൊണ്ട് നെൽസൺ അലറി വിളിച്ചു. സ്റ്റാൻലിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. അയാൾ ചുമരിലുള്ള ഒരു വലിയ ചുവന്ന നോബമർത്തി. അരുൺ നിൽക്കുന്ന റൂമിൽ ചുവന്ന വെളിച്ചം മിന്നി അലാറം മുഴങ്ങി. അവർ ഭയത്തോടെ ചുറ്റും നോക്കി. എന്തോ നിരങ്ങി മാറുന്ന സ്വരം കേട്ടു. വലിയ ശബ്ദത്തോടെ ഇടതുഭാഗത്തെ ചുമർ സമചതുരത്തിൽ രണ്ട് വശത്തേക്ക് നീങ്ങി. അവിടെ ഒരു ഇരുമ്പിന്റെ ഗേറ്റ് കണ്ടു. അതിൽ ആരോ ശക്തിയായി ഇടിക്കുന്നുണ്ടായിരുന്നു. അടുത്ത നിമിഷം ആ ഗേറ്റ് തുറന്നുകൊണ്ട് 10-15 പേര് അലറി വിളിച്ചുകൊണ്ട് റൂമിലേക്ക് തള്ളിക്കയറി വന്നു. റോങ് ടേൺ പടമാണ് അരുണിന് ഓർമ്മ വന്നത്. കണ്ണുകളെല്ലാം കുഴിയിൽ ആണ്ടതുപോലെയായിരുന്നു അവരുടേത്. മുഖമെല്ലാം കോടി തൊലി അടർന്നൊരു ഭീകരരൂപം. ചുണ്ടുകൾ പൊളിഞ്ഞ് പല്ലുകൾ വെളിയിലേക്ക് വന്നിരിക്കുന്നു. അരുണും സംഘവും പെട്ടെന്ന് പുറത്തേക്ക് പോകാനൊരു ശ്രമം നടത്തി. അതിനു മുമ്പേ തന്നെ അവരവിടെ എത്തിയിരുന്നു. മുറിഞ്ഞു കിടക്കുന്ന വിനോദിന്റെ ശരീരം കടിച്ചു മുറിക്കുന്ന യുവതി സാന്ദ്രയാണെന്ന് അരുണിന് തോന്നി. മറ്റുള്ളവർ മെല്ലെ ക്രൂരമായ ഭാവങ്ങളോടെ അവരുടെ നേരെ നീങ്ങി. അരുൺ തോക്കെടുത്ത് ആദ്യം കണ്ടവന്റെ നെറ്റിയിലേക്ക് ഷൂട്ട് ചെയ്തു. നെറ്റി തുളച്ച് വെടിയുണ്ട ഭിത്തിയിൽ തറച്ചു. വെട്ടിയിട്ട വാഴ പോലെ അയാൾ താഴേക്ക് വീണു. അപ്പോഴേക്കും അടുത്തവൻ പിന്നിലൂടെ വന്ന അരുണിന്റെ കഴുത്ത് ലക്ഷ്യമാക്കി കടിക്കാൻ ഞാഞ്ഞു. പക്ഷെ അപ്പോഴേക്കും സമതിന്റെ കയ്യിലുള്ള വലിയ കത്തി അവന്റെ കഴുത്ത് മുറിച്ചു കളഞ്ഞു. പിന്നീടുള്ളത് മുഴുവനും പെണ്ണുങ്ങളായിരുന്നു. അവർ ഡ്രസ്സെല്ലാം വലിച്ചു പറിച്ച് നഗ്നരായി. പിന്നെ അലറിക്കൊണ്ട് അവരുടെ നേരെ കുതിച്ചു. അരുണും സംഘവും പെട്ടെന്ന് പുറത്തോട് പുറം ചേർന്ന് നിന്ന് വെടി ഉതിർത്തുകൊണ്ടേയിരുന്നു. വെടിയുണ്ടകൾ കഴിഞ്ഞിട്ടും 3 പേര് ബാക്കിയായി. കയ്യിൽ കരുതിയ കത്തി കൊണ്ട് 2 ആളെയും അവർ തീർത്തു. ഒടുവിൽ ബാക്കി വന്നത് സാന്ദ്രയായിരുന്നു. അവൾ മെല്ലെ അരുണിന്റെ നേരെ നീങ്ങി. സമത അപ്പോഴേക്കും പിന്നിലൂടെ വന്ന് വലിയ കത്തി നട്ടലിന്റെ ഉള്ളിലൂടെ കുത്തിക്കയറ്റി. അരുണിന്റെ തൊട്ടുമുമ്പിൽ അവൾ കുഴഞ്ഞു വീണു. തളർന്നു പോയിരുന്നു അവർ. ആദ്യമായിട്ടാണ് അവർക്ക് ഇങ്ങനൊരു അനുഭവം. തങ്ങളുടെ എതിരാളി ശക്തൻ മാത്രമല്ല, എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രൂരൻ കൂടിയാണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. ഇനി എന്തൊക്കെ അപകടമാണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ അവരുടെ ഉള്ളിൽ ഭയം വന്ന് നിറഞ്ഞു. ആണാണെങ്കിൽ നേർക്ക് നേരെ വാട പട്ടി. സമത അലറിക്കൊണ്ട് കയ്യിലിരുന്ന ചോര ഒലിക്കുന്ന കത്തി ക്യാമറയ്ക്ക് നേരെ നീട്ടിയെറിഞ്ഞു. ഉടനെ അവിടെ ഒരു പാട്ട് മുഴങ്ങി. ബഹാരോ ഫൂൽ ബർസാവോ മേരാ മെഹബൂബ് ആയാ ഹേ, മേരാ മെഹബൂബ് ആയാ ഹേ. പിന്നെ അകത്തു നിന്നും ഒരു ചെറിയ ജെട്ടി മാത്രം ധരിച്ച് സ്റ്റാൻലി കടന്നു വന്നു. അയാളുടെ വെളുത്ത ദേഹത്ത് മസിലുകൾ ഉരുണ്ടു കളിച്ചു. മനോഹരമായിരുന്നു അയാളുടെ ആകാരം. ആണ് തന്നെയാ, സംശയമുണ്ടോ? തൻ്റെ ദേഹത്തേക്ക് നോക്കി സമതിനോട് അയാൾ ചോദിച്ചു. സമത് വലിയ കത്തി ചുഴറ്റി അയാളുടെ നേർക്ക് നീങ്ങി. സ്റ്റാൻലി മനോഹരമായ നൃത്തച്ചുവടുകളുമായി സമതിനെ നോക്കി. അയാളുടെ സുന്ദരമായ മുഖത്ത് ഒരു പുച്ഛച്ചിരി വിടർന്നു നിന്നു. അയാൾ ചുമരിലുള്ള ഒരു സ്വിച്ചിൽ വിരലമർത്തി. അവിടെ ഒരു വാതിൽ തുറന്നു വന്നു. ഒരു ചെറിയ അലമാരയായിരുന്നു അത്. അതിൻ്റെ ഉള്ളിൽ ഒരു ടൈം ബോംബായിരുന്നു. അതിന് തൊട്ടപ്പുറത്തെ ലിവർ അയാൾ താഴേക്ക് താഴ്ത്തി. അവർ നിൽക്കുന്ന റൂമിന് ചുറ്റും ഒരു മതിൽക്കെട്ട് പോലെ വലിയ കമ്പികൾ ഉയർന്നു വന്നു. അതിൽ ഓട്ടോമാറ്റിക് ലോക്കിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. തങ്ങൾ കുടുങ്ങിക്കഴിഞ്ഞെന്ന് അരുണിന് മനസ്സിലായി. സ്റ്റാൻലി ടൈം ബോംബിന്റെ സ്വിച്ച് അമർത്തി. 15 മിനിറ്റായിരുന്നു അതിൽ കാണിച്ചത്. ഓരോ സെക്കൻഡുകളായി അതിവേഗം കുറയാൻ തുടങ്ങി. സ്റ്റാൻലി അത് പൂട്ടി വീണ്ടും ബട്ടൺ പ്രസ് ചെയ്തു. പിന്നെ ഇരുമ്പ് കമ്പികളുടെ കീ അവരെ കാണിച്ചു. അടിവസ്ത്രത്തിന്റെ ഉള്ളിലേക്ക് നിക്ഷേപിച്ചു. വാ വാ, അയാൾ അവരെ ക്ഷണിച്ചു. കേവലം 15 മിനിറ്റ്. അതിൻ്റെ ഉള്ളിൽ എന്നെ കീഴടക്കി കീ എടുത്താൽ നിങ്ങൾക്ക് പുറത്തു പോവാം, അല്ലെങ്കിൽ ഇവരോടൊപ്പം കത്തിയിരിയാം. വാ വാ. സമത് കത്തിയുമായി അയാളുടെ നേരെ കുതിച്ചു. ആദ്യത്തെ വീശിനെ നൃത്ത ചുവടുകളോടെ അയാൾ ഒഴിഞ്ഞു മാറി. രണ്ടാമതും വീശിയ സമതിന്റെ കൈ അയാൾ തട്ടിമാറ്റി. പിന്നെ വിരലിന്റെ ഇടയിൽ തിരികെ ബ്ലേഡ് കൊണ്ട് ഒരു വര. ഒരു മിന്നൽ പുളയും പോലെ സമതിന്റെ നെഞ്ചിൽ ഒരു വര വീണു. അടുത്തത് സമതിന്റെ കഴുത്തിന് നേരെയായിരുന്നു. അത് സമത് തട്ടിമാറ്റി. പക്ഷേ അയാളുടെ ഇടം കൈ കൊണ്ട് അയാൾ ഇടിച്ചത് സമതിന്റെ താടിയെല്ലിനായിരുന്നു. മുഖം ഒരു ഭാഗത്തേക്ക് കോടിക്കൊണ്ട് സമത് തെറിച്ചു വീണു. പിറകിൽ നിന്നും ഒരു ചവിട്ടി കിട്ടി സ്റ്റാൻലി ചുമരിൽ ഇടിച്ചു നിന്നു. നെൽസൺ ആയിരുന്നു അത്. ഒന്ന് ചിരിച്ചുകൊണ്ട് സ്റ്റാൻലി അയാളെ നോക്കി. പിന്നെ ചീറ്റപ്പുലി കുതിക്കും പോലെ ഒരു കുതിപ്പായിരുന്നു. വലങ്കൈയിലെ ചൂണ്ടാണി വിരൽ കൂർത്ത ആണി പോലെ നെൽസന്റെ നെഞ്ചിൽ തറഞ്ഞു കയറി. നെൽസൺ അയാളുടെ മുഖം ലക്ഷ്യമാക്കി ആഞ്ഞടിച്ചു. അയാൾ പക്ഷേ അത് വളരെ നിസാരമായി പിടിച്ചെടുത്ത് വിരലുകൾ ഒടിച്ചു കളഞ്ഞു. വേദന കൊണ്ട് പുളഞ്ഞ നെൽസനെ അയാൾ എടുത്ത് പൊക്കി ചുമരിലൂടെ മറച്ചിട്ടു. പിന്നെ അയാൾ അരുണിനെ നോക്കി. അരുൺ അയാളെ പഠിക്കുകയായിരുന്നു. തൻ്റെ എതിരാളി നിസ്സാരനല്ലെന്ന് അരുണിന് മനസ്സിലായിരുന്നു. അയാൾക്ക് ആയോധന കലകൾ വശമുണ്ട്. മിന്നൽ പോലെ ഒഴിഞ്ഞു മാറാനും എതിരാളിയുടെ മർമ്മം നോക്കി പ്രഹരിക്കാനും അയാൾക്കറിയാം. ഇനി 13 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. സ്റ്റാൻലി താക്കോലെടുത്ത് കാണിച്ച് വീണ്ടും ജെട്ടിക്കുള്ളിലേക്ക് ഇട്ടു. വാ അരുൺ സാറേ വാ.
ആവേശം കൊണ്ട് ചിതറിയിരുന്നു അയാളുടെ സ്വരം. അരുൺ വലത്തേക്കാൽ ഉയർത്തി അയാളുടെ മുഖം ലക്ഷ്യമാക്കി ഒരു കിക്ക്. അയാൾ പക്ഷേ ഒഴിഞ്ഞു മാറി. അരുണിന് പിടികൊടുക്കാതെ അയാൾ തെന്നി മാറിക്കൊണ്ടേയിരുന്നു. ഓരോ നിമിഷം കഴിയുന്തോറും തങ്ങൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അരുണിന് തോന്നി. അയാൾ സ്റ്റാൻലിയുടെ മുഖം ലക്ഷ്യമാക്കി ആഞ്ഞിടിച്ചു. സ്റ്റാൻലി ഇരുമ്പ് പോലുള്ള കരം കൊണ്ട് അത് തടഞ്ഞു. പിന്നെ അരുണിന്റെ വാരിയെല്ലുകൾക്ക് 4-5 പഞ്ച്. ചോര തുപ്പിക്കൊണ്ട് അരുൺ തളർന്നു വീണു. ഇടയ്ക്കിടെ എഴുന്നേറ്റ് 3 പേരെയും അയാൾ ഇടിച്ച് വീണ്ടും വീണ്ടും വീഴ്ത്തിക്കൊണ്ടേയിരുന്നു. സ്റ്റാൻലിക്ക് നല്ല ഹരം തോന്നി തുടങ്ങിയിരുന്നു. ഇനി 4 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അയാൾ ഒന്നുകൂടി അവരെ നോക്കി. നെൽസണും സമതും വെട്ടിയിട്ട തടി പോലെ കിടക്കുകയാണ്. അരുൺ വീണ്ടും എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചു. അയാൾ ഒരൊറ്റ ചവിട്ടായിരുന്നു അരുണിന്റെ പിരടിയിൽ. ഒന്ന് പിടയാൻ പോലും കഴിയാതെ അരുൺ താഴെ വീണു. അപ്പോൾ സാറേ, നമുക്ക് വീണ്ടും കാണാം. ഇനി 1 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. സ്റ്റാൻലി മെല്ലെ അരുണിന്റെ അടുത്തെത്തി. പിന്നെ കുനിഞ്ഞ് അയാളുടെ ശ്വാസം പരിശോധിച്ചു. ചെറിയ നിശ്വാസത്തിന്റെ സ്വരം അയാൾ കേട്ടു. ഒരു പുഞ്ചിരിയോടെ തിരിയാൻ തുടങ്ങിയ അയാളുടെ കാലിൽ പെട്ടെന്നാണ് അരുൺ കയറി പിടിച്ചത്. എന്താണെന്ന് മനസ്സിലാവുന്നതിന് മുമ്പ് സ്റ്റാൻലി പിറകിലേക്ക് മറിഞ്ഞു വീണു. ഇരുമ്പുകോളത്തിലാണ് അയാളുടെ തലയിടിച്ചത്. ആ ഒരു നിമിഷം മതിയായിരുന്നു അരുണിന്. അയാൾ ചാവി എടുത്ത് ഉടനെ പൂട്ടു തുറന്നു. പിന്നെ സമദിനെയും നെൽസനെയും വലിച്ച് പുറത്തെത്തിച്ചു. അടുത്ത നിമിഷം കമ്പികൾ വീണ്ടും അടഞ്ഞു. ഇനി 30 സെക്കൻഡ് കൂടെ. അപ്പോഴേക്ക് സമദ് ഉണർന്നിരുന്നു. രണ്ടാളും കൂടെ നെൽസനെ തൂക്കിയെടുത്ത് പുറത്തെത്തിയപ്പോഴേക്കും ടൈം ബോംബ് പൊട്ടിച്ചിതറിയിരുന്നു. ആ വീടും ഗോഡൌണും രഹസ്യ അറകളുമെല്ലാം വെന്തു വെണ്ണീറായി. അതോടൊപ്പം ആ നരഭോജിയുടെ രഹസ്യങ്ങളും. വലിയ ദീർഘനിശ്വാസത്തോടു കൂടി അരുൺ അത് നോക്കി നിന്നു. സംഭവിച്ചതൊന്നും അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എല്ലാം ഒരു മായ കഥ പോലെ തോന്നി അയാൾക്ക്. എത്ര പേര് മരിച്ചെന്നോ ആരൊക്കെയാണെന്നോ ഒരു തെളിവുകളുമില്ലാതെ എല്ലാം അവസാനിച്ചു. 6 മാസം കഴിഞ്ഞ് കോഴിക്കോട് ബീച്ച്. സന്ധ്യ മയങ്ങാൻ നേരം ബീച്ചിൽ നിന്നും മടങ്ങുകയായിരുന്നു നിഷയും സറീനയും. ഓട്ടോക്ക് കൈ കാണിച്ചിട്ട് നിർത്തുന്നില്ല. അപ്പോഴാണ് ഒരു കറുത്ത കാർ അവരുടെ മുമ്പിൽ ഒഴുകി വന്ന് നിന്നത്. 2 പേരും അയാളെ നോക്കി. വെളുത്ത സുന്ദരനായ ഒരാൾ. അയാൾ അവരെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ ഒരു സ്പ്രേ അവരുടെ മുഖത്തിന് നേരെ വീശി. കഥ അവസാനിച്ചിരിക്കുന്നു. ആ പന്ന പുന്നാരമോൻ സൈക്കോ ചത്തില്ല. എന്തായാലും ചിലപ്പോൾ അടുത്ത കഥയിൽ ചാവുമായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയ കഥയുമായി വീണ്ടും കാണാം. ടാറ്റ ബൈ, ലവ് യു, ബൈ.